നേതാക്കളുടെ RSS അനുകൂല പ്രസ്താവനയിലും CP ഗുഡ് മോർണിംഗ് മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് തൃക്കേട്ടയാണ് അല്ലെ? അപ്പൊ ഓണം ഇങ്ങനെ എത്താറായി, ഞായറാഴ്ചത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറെ പേര് ഇങ്ങനെ വെള്ളിയാഴ്ച ആകുമ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ എന്തായാലും എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയ വിവാദങ്ങളും വാർത്താ തുടർച്ചയും ഒക്കെയുള്ള ഒരു സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ആര്യ ഇന്നത്തെ വാർത്തകൾ? പ്രധാനമായിട്ടും വാർത്തകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ADGP RSS കൂടിക്കാഴ്ച വിവാദം അതിങ്ങനെ കൊഴുത്തോണ്ടിരിക്കുകയാണല്ലോ. അതെ, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് CPI കടുത്ത വിമർശനം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. CPM-നകത്തും ഇതിനെതിരെ വിമർശനമുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറയട്ടെ എന്നുള്ളതായിരുന്നു CPM-ന്റെ നിലപാടും. അപ്പോൾ ഇന്ന് മുന്നണി യോഗം ചേരുകയാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ഈ വിഷയം തന്നെയായിരിക്കും പ്രധാന ചർച്ചയാവുക. ഈ യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് പറയുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. അങ്ങനെ നിലപാട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നീക്കത്തിലേക്ക് കടക്കാനാണ് CPI-യുടെ ആലോചന. അതെ, CPI ഇന്നലെ ബിനോയ് വിശ്വത്തിന്റെ ആ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആകാംക്ഷയുണ്ട് എന്തിനാണ് പോയത് എന്ന് അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോ നമുക്കും ആകാംക്ഷയുണ്ട് അല്ലെ എന്തിനാണ് പോയത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇതും എപ്പോഴും മാധ്യമങ്ങൾ ഇത് തന്നെ ചെയ്യുന്നത് എന്ന് ഇടത് അനുകൂലികളെല്ലാം ഉറക്കെ ചോദിക്കുമ്പോഴും പറയാനുള്ളത് ഇതാണ്, എല്ലാവർക്കും ആകാംക്ഷയുണ്ട് എന്തിനാണ് പോയത് എന്ന്. എന്തായാലും അതൊരു വെറും കൂടിക്കാഴ്ചയായി അങ്ങ് തള്ളിക്കളയാനാകുന്ന സാഹചര്യമല്ല ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലുള്ളത്. തീർച്ചയായും. അതേപോലെ തന്നെ അശ്വതി, പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ കോവളത്ത് പാർട്ടി പരിപാടിയിൽ മുഖ്യമന്ത്രി പക്ഷേ പരസ്യമായി നിലപാട് അത് പൊതുവെ വ്യക്തമാക്കാറുള്ളതാണ്. പക്ഷേ അത് രാഷ്ട്രീയ നിലപാട് മാത്രമാണ്. CPM-ന് ഒരിക്കലും RSS പ്രീണനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. പക്ഷേ അതല്ല, കൃത്യമായ വാക്കുകളാണ് വേണ്ടത്. ADGP RSS കൂടിക്കാഴ്ച അതിൽ എന്ത് നടപടി സ്വീകരിച്ചു? അത് മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞിരുന്നു. ADGP-യോട് അതേക്കുറിച്ച് ചോദിച്ചിരുന്നു. ഇനി എന്ത് നടപടി സ്വീകരിക്കും? അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അതെ, അൻവറിനെ ഇനി എങ്ങനെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഒപ്പം അതിഥിയുണ്ട്. ഇന്ന് നമുക്ക് ഓണവിശേഷങ്ങൾ നിരവധിയുണ്ട്. ഒപ്പം അമേരിക്ക അല്ലെ, അങ്ങനെ നിരവധി. ഇന്നിപ്പോ നമുക്ക് സെപ്റ്റംബർ 11 നമുക്ക് മറക്കാനാകാത്ത ദിവസം കൂടിയാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. അപ്പൊ അത് എല്ലാം കൂടി നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ എന്തായാലും മോർണിംഗ് വൈബ്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ വാർത്തയിലേക്ക് പോവുകയാണ്. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ശക്തമായിരിക്കെ ഇടതുമുന്നണിയുടെ നിർണായക യോഗം ഇന്ന് ചേരും. CPI RJD പാർട്ടികളാണ് ADGP മാറണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത്. CPM നേതൃത്വം സമാന അഭിപ്രായം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ADGP-യെ മുഖ്യമന്ത്രിയാണ് സംരക്ഷിക്കുന്നത് എന്ന വിമർശനം മുന്നണിക്കുള്ളിൽ ശക്തമാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയവും മുന്നണി യോഗത്തിൽ CPI ഉന്നയിക്കും. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന് മുന്നണി അംഗീകാരം നൽകും. TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറായ ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് ഇത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ആര്യ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് നിലപാടുണ്ടാകുമോ അല്ലെങ്കിൽ തീരുമാനമുണ്ടാകുമോ, ADGP-ക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ഉറ്റുനോക്കലാണ് ഈ മുന്നണിയുടെ നിർണായക യോഗം നടക്കുമ്പോൾ. നമ്മൾ അതിലേക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മാത്രമല്ല ഇന്ന് മന്ത്രിസഭാ യോഗവും ചേരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത് അതും നിർണായകമാണ്. പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും വിവാദമായ ADGP RSS കൂടിക്കാഴ്ച നിഷേധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നാണ് UDF കൺവീനർ MM ഹസൻ പറയുന്നത്. മാനസപുത്രനായ ADGP അജിത് കുമാറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ആരോപണത്തിന് മറുപടിയില്ലാത്തതിനാൽ പ്രത്യാരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി നിലപാട് ജനം വിശ്വസിക്കില്ലെന്നും ഹസൻ പറഞ്ഞു. ഒട്ടും തൃപ്തികരമായ മറുപടിയല്ല. തൃപ്തികരം UDF-നല്ല, ഇത് കേട്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമാകുമോ? മുഖ്യമന്ത്രി പറയേണ്ട മറുപടി എന്താ? കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതാണല്ലോ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞത്. ADGP RSS നേതാക്കളെ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി നിഷേധിക്കുന്നില്ല. മുഖ്യമന്ത്രി പറയേണ്ടത് ADGP കണ്ടത് അദ്ദേഹത്തിന് അറിവോടുകൂടിയല്ല. ആ കണ്ടതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ദൗത്യവും അദ്ദേഹം ഒറ്റയ്ക്ക് വ്യക്തിപരമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കും, അതേക്കുറിച്ച് നടപടിയെടുക്കുമെന്നല്ലേ പറയേണ്ടത്. അതിനു പകരം ഈ അങ്ങാടിയിൽ തോറ്റത് അമ്മയുടെ നേരെ എന്ന് പറയുന്നത് പോലെ പ്രത്യാരോപണം ഉന്നയിച്ചാൽ ആ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് തൃപ്തിപ്പെടാൻ ഞങ്ങൾ UDF പ്രതിപക്ഷം മാത്രമല്ല
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ തയ്യാറാവും. എന്തായാലും എം ഹസൻ കടുത്ത ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് അശ്വതി ADGPക്കെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആലോചന പോലും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും മലപ്പുറത്തെ പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണിയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അതിന്റെ വാർത്ത വന്നത്. അപ്പോൾ എന്തായാലും അതിനുശേഷം നമ്മൾ ന്യൂസ് 18 PV അൻവർ MLA ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടുകയും അഭിപ്രായം ചോദിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം വളരെ ആശ്വാസകരമായിട്ടുള്ള നടപടിയാണ്. അദ്ദേഹത്തിന്റെ പരാതികൾ അംഗീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് ഗൗരവമുള്ളതാണ് എന്ന് അംഗീകരിക്കപ്പെടുന്ന തരത്തിലാണ് ഈ നടപടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇനിയും ADGP വരെ ഈ നടപടി ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചന, പടിപടിയായി മാത്രമല്ല ഇത്തരത്തിൽ നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിച്ചു. അതെ, അത്തരത്തിലാണ് അദ്ദേഹം നിലപാട് നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും മലപ്പുറം SP അടക്കമുള്ളവരുടെ കൂട്ടസ്ഥലം മാറ്റം PV അൻവറുമായുള്ള ഒത്തുതീർപ്പെന്ന സംശയം ബലപ്പെടുന്നു എന്നുള്ളതാണ് വാർത്ത. അൻവറുമായി രമ്യതയിലല്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. അതേസമയം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന MR അജിത് കുമാറിനെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഗൗരവതരമാണ്. പോലീസിനെതിരായ പരാതി സ്വീകരിക്കാൻ PV അൻവർ തുടങ്ങിയ വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. നിരവധി പേർ സ്പാം റിപ്പോർട്ട് ചെയ്തതോടെയാണ് നമ്പർ ബ്ലോക്ക് ആയത്. ഒരു നമ്പർ പോയാൽ വേറെ 1000 നമ്പർ വരുമെന്നും എല്ലാം ക്ലീൻ ആക്കിയിട്ടേ ഈ പരിപാടി നിർത്തുകയുള്ളൂവെന്നും PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അൻവറുമായുള്ള ഒരു ഒത്തുതീർപ്പാണ് അവിടെ നടന്നത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ആര്യ, ഗുഡ് മോർണിംഗ് അശ്വതി. ഇപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു ജില്ലയിലെ എല്ലാ DYSPമാരെയും തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലാതെ സ്ഥലം മാറ്റുന്നത്. മലപ്പുറത്ത് 8 DYSPമാരാണ് ഒറ്റയടിക്ക് മറ്റ് ജില്ലകളിലേക്ക് മാറിപ്പോകുന്നത്. പുതിയതായിട്ട് മലപ്പുറം ജില്ലയിൽ അത്ര പരിചിതരല്ലാത്ത ഉദ്യോഗസ്ഥരാണ് വരുന്നത്. ഇത് അൻവറുമായിട്ടുള്ള ഒത്തുതീർപ്പാണോ എന്ന് ചോദിച്ചാൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിൻ്റെ തുടർ നടപടികളായിട്ട് വേണം ഈ സ്ഥലം മാറ്റത്തെ കാണുവാൻ. പക്ഷേ അൻവർ ഉന്നയിച്ച ഇപ്പോൾ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും അൻവർ ആക്ഷേപം ഉന്നയിച്ചവരല്ല. SP ശശിധരനാണ് അൻവറിൻ്റെ ആക്ഷേപങ്ങൾക്ക് നേരിട്ട് ഇരയായത്. മറ്റുദ്യോഗസ്ഥരൊക്കെ ഏതാണ്ട് 1 മാസം മാത്രമായിട്ടേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തിയത്. അതായത് ജൂലൈ ഓഗസ്റ്റോടെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷമുള്ള റീഷഫ്ലിംഗിൽ മലപ്പുറം ജില്ലയിൽ തിരിച്ചെത്തിയത്. ഇവരൊക്കെ മലപ്പുറം ജില്ലയിൽ മുൻപ് സേവനമനുഷ്ഠിച്ച പരിചയമുള്ളവരാണ്. അപ്പോൾ അൻവർ ആക്ഷേപം ഉന്നയിച്ച ഉദ്യോഗസ്ഥരെയാണോ സ്ഥലം മാറ്റിയത് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പകരം എല്ലാവരെയും സ്ഥലം മാറ്റിക്കൊണ്ട് ഇനി ഒരു ആക്ഷേപത്തിന് അവസരം കൊടുക്കാതെ ഇനി ഒരാളെ മാത്രം മാറ്റിയാൽ മറ്റേയാളെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് അൻവർ വീണ്ടും വന്നാലോ എന്ന ഒരു തോന്നലിലായിരിക്കാം എല്ലാവരെയും മാറ്റിയത്. ഇനിയിപ്പോൾ ആർക്കെതിരെയും ഒന്നും പറയാൻ കഴിയില്ലല്ലോ, കാരണം എല്ലാവരും മാറ്റിക്കഴിഞ്ഞു. പുതിയ SP ഏതാണ്ട് അടുത്ത ദിവസങ്ങളിൽ മലപ്പുറത്ത് സ്ഥാനമേൽക്കും. അപ്പോൾ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ നടപടികൾ എടുക്കുന്നു എന്ന സന്ദേശം കൃത്യമായിട്ട് നൽകാൻ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ കാണേണ്ടത്. അൻവറിന്റെ ഇന്നലത്തെ മറുപടിയും അത് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു. താൻ തുടങ്ങി വെച്ച പോരാട്ടങ്ങൾ ഫലം കാണുന്നു എന്ന് അദ്ദേഹം കരുതുന്നു. ഇതിലേറ്റവും പ്രധാനം ഈ ഉദ്യോഗസ്ഥർക്കെതിരായ സ്ഥലമാറ്റമോ SP യെ മാറ്റിയതൊന്നുമല്ല. ഇതിൽ അന്വേഷണം, അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ അന്വേഷണത്തിൽ എന്ത് റിപ്പോർട്ട് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. 1 മാസത്തിനുള്ളിൽ അദ്ദേഹം എഴുതി നൽകിയ പരാതിയിൽ ആ പരാതികൾ നിലനിൽക്കുന്നതാണോ അടിസ്ഥാനരഹിതമാണോ, അതിൽ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞത് ശരിയുണ്ട് എന്നൊക്കെ കണ്ടെത്തേണ്ടത് ഈ റിപ്പോർട്ടിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വരുന്ന ഈ ഒരു സ്ഥലമാറ്റ ഉത്തരവൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതായിട്ട് തന്നെ വേണം കാണാൻ. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ മറ്റൊരു കാര്യം, അൻവർ ഒരു വാട്സപ്പ് നമ്പർ നൽകി അതിലേക്ക് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്ഷേപങ്ങളും അഴിമതികളും അതേപോലെ ഈ ഉദ്യോഗസ്ഥരുടെ അപ്രീതി കാരണം ബുദ്ധിമുട്ടായ ആളുകൾക്കും കള്ളക്കേസിൽ കുടുക്കിയവർക്കൊക്കെ അവരുടെ പരാതി പങ്കുവെക്കാനുള്ള ഒരു സംവിധാനം രൂപീകരിച്ചതെന്ന് കഴിഞ്ഞ ആഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ആ നമ്പറും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. ആ വാട്സപ്പ് നമ്പറാണ് ഇന്നലെ സ്പാം ആണെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി വേറെ നമ്പർ എടുക്കും, അതും ഇതുപോലെ തന്നെ തുടരും. ഈ ഒരു പോരാട്ടം തുടരും. ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടേ നിൽക്കൂ എന്നുള്ളതാണ് അൻവറിൻ്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്താണെങ്കിലും അൻവറിൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ അൻവർ തുടങ്ങി വെച്ച പോരാട്ടത്തെ സർക്കാർ ആശങ്കയോടെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കയുണ്ട്. അത് എവിടെ ചെന്നെത്തുമെന്ന ആശങ്ക സർക്കാരിന് തീർച്ചയായിട്ടും ഉണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ചില ആശങ്കകളും ഇതിലുണ്ട്. കാരണം ഈ ഒരു വിഷയത്തിൽ അൻവർ തുടങ്ങി വെച്ചത് അനീതിക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരായ ഒരു വലിയ
പോരാട്ടമാണ്. പക്ഷെ അതിൽ ആരൊക്കെ അൻവറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച ആശങ്ക. ഇടതുപക്ഷത്തിന് ഒരിക്കലും കൈകോർക്കാൻ കഴിയാത്ത പലരും അൻവറിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുകയും അൻവറിന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രസ്താവനകളുമായിട്ട് വരികയും അതൊക്കെ നാളെ ഒരു പക്ഷേ മറ്റൊരു വഴിയിലേക്ക് പോകുമോ എന്ന ആശങ്കയൊക്കെ ഇടതുപക്ഷത്തിന് തീർച്ചയാണ്. അൻവർ ഇടതുപക്ഷത്തിന്റെ കീഴിൽ ചെങ്കൊടിക്ക് താഴെ നിൽക്കുമെന്ന് അടിക്കടി ഫേസ്ബുക്കിൽ പറയുന്നുണ്ടെങ്കിലും അൻവർ ഉന്നയിച്ച ആശയങ്ങൾ അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്വീകാര്യത ലഭിക്കുന്നതും അതിനെ പിന്തുണയ്ക്കുന്നവർ ഇടതുപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പലരും അതിനെ പിന്തുണയ്ക്കുന്നു എന്നതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ ഈ SP ശശിധരനെ ഇവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം അറിഞ്ഞ ഉടനെ തന്നെ KT ജലീലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലെ ഏറ്റവും വലിയ ആരോപണം ശശിധരൻ സംഘി മനസ്സുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കടുത്ത ആക്ഷേപങ്ങൾ, അതായത് മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ജനപ്രതിനിധികളുടെ ഭാഗത്തുണ്ടാവുന്നതിനെതിരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്ന് നേതാക്കളിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. കാടടച്ച് വെടിവെക്കുന്നതിന് സമാനമാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ എന്നൊക്കെയാണ് പല നേതാക്കളും അവരുടെ ആശങ്കയായി പങ്കുവച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അൻവർ തുറന്നുവിട്ട ഭൂതം അത് ചെറുതല്ല, അത് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഒരു മാസത്തിന് ശേഷം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണോ, അതിൽ വസ്തുതയുണ്ടോ, അതിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും അതാണ് നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന കാര്യം. നേരത്തെ അനുമോദ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ടീമിനെ ഒന്നാകെ, ജില്ലയിലെ ആ ടീമിനെ ഒന്നാകെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അല്ലാതെ ഈ ആരോപണ വിധേയരായിട്ടുള്ളവരെ മാത്രം, അല്ലെങ്കിൽ പരാതി അൻവർ ആർക്കെതിരെ ഉന്നയിച്ചോ അവരെ മാത്രം മാറ്റുന്ന ഒരു രീതിയല്ല കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിമർശനം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് ഇതൊരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമായി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ADGPയെ സംരക്ഷിക്കുകയും അതേസമയം തന്നെ മലപ്പുറം പോലീസിലെ എല്ലാ ഉന്നതരെയും ഒറ്റയടിക്ക് മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ താൽക്കാലികമായി കട്ടക്കലിപ്പിൽ നിൽക്കുന്ന അൻവറിനെ ഒന്ന് തണുപ്പിക്കാം, അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാം എന്നുള്ള തരത്തിലുള്ള ഒരു നടപടി മാത്രമായി ഇത് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്ത് നിന്ന് അടക്കം ഉയരുന്ന ചില വിമർശനങ്ങൾ. എന്തായാലും പ്രതിപക്ഷ നിരയിലെ മറ്റ് പാർട്ടികളുടെയൊക്കെ പ്രതികരണങ്ങൾ, കൂടുതൽ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ഇന്ന് നമുക്ക് ഈ ദിവസം പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ പ്രതികരണങ്ങൾ. നമുക്കറിയാം മലപ്പുറം ലീഗിന്റെ ഒരു ഭൂരിപക്ഷ ജില്ലയാണ്. അപ്പോൾ ലീഗ് ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ഒരു ജില്ലയിലെ 8 DYSPമാരെയും SP-യെയും ഒറ്റയടിക്ക് മാറ്റി അവിടുത്തെ ഈ പോലീസിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിന് ആഭ്യന്തരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും ചില പ്രതിസന്ധികൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കും. കാരണം ജില്ലയെക്കുറിച്ചും ജില്ലാ നേതാക്കളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സ്ഥലം മാറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്യോഗസ്ഥർ വന്ന് ചാർജ് ഏറ്റെടുത്ത് താൽക്കാലികമായിട്ട് ഈ ഒരു സംവിധാനം കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കുറച്ച് ദിവസങ്ങളിൽ മാറും. കാരണം അവർക്ക് വന്ന് ഈ ഒരു സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും, ഇത് ലോ ആൻഡ് ഓർഡർ ആണല്ലോ, സ്വാഭാവികമായിട്ട് അതിന്റെ സമയമെടുക്കും. അപ്പോൾ ലീഗിന്റെ ഒരു നിലപാട് ഈ കൂട്ടസ്ഥലം മാറ്റത്തിൽ എന്താണ് എന്ന് അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും അതുപോലെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് വരും മണിക്കൂറുകളിൽ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ആ രീതിയിൽ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം PV അൻവറാണ് ആ ഭൂതത്തെ തുറന്നുവിട്ടതെന്ന് പറയുമ്പോഴും അൻവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഒരു നടപടിക്രമമുണ്ട്, അതിന് സമയമെടുക്കും. പക്ഷെ പുറത്ത് ഇത് കേട്ട ആളുകൾ ഇപ്പൊ തന്നെ നടപടി വേണമെന്ന് പറയുമ്പോൾ അൻവർ പറയുന്നത് ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനായിരിക്കുമല്ലോ കൂടുതലായി അതിനുള്ളിൽ നടക്കുന്ന കളികൾ മനസ്സിലാകുന്നത്, അറിയാൻ കഴിയുന്നത്. അദ്ദേഹം നേരത്തെ ആ വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്ത കാര്യത്തിലും പറഞ്ഞു, വാട്സ്ആപ്പ് നമ്പർ ബ്ലോക്കായി പോയതിൽ ഒന്നും ഒരു നിരാശയുമില്ല, ക്ലീൻ ആക്കിയിട്ടേ ഞാൻ ഇറങ്ങുകയുള്ളൂ എന്നുള്ള നിലപാടാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും അൻവർ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവാണ്. ഇന്നലെയൊക്കെ നമ്മളെ ഞെട്ടിച്ചൊരു വാർത്ത, ആലപ്പുഴ കലവൂരിൽ അയോധ്യയെ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ട ആ കേസ് അത് ആസൂത്രിതമായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൊലപാതകത്തിന് മുൻപ് തന്നെ വീടിന് പുറകുവശത്ത് കുഴിയെടുത്തു എന്നാണ് നിഗമനം. ഒളിവിൽ കഴിയുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന ഷർമിളയ്ക്കും നിതിൻ മാത്യുവിനും വേണ്ടി കടവന്ത്രയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള അന്വേഷണ സംഘം ഉടുപ്പിയിലെത്തി പരിശോധന നടത്തുകയാണ്. അതേസമയം സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ശരണ്യ സ്നേഹജനും ഡാനി പോളുമാണ് അല്ലെ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം നമുക്ക് ശരണ്യയിലേക്ക് പോകാം. ശരണ്യ, ഈ
ഇന്നലെ മൃതദേഹം അവിടെ നിന്നും കണ്ടെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ പോലീസിന് നിഗമനം ഏത് രീതിയിലാണ്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കുറച്ചു കാലങ്ങളായി ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 നവജാത ശിശുക്കളുടെ തിരോധാനം അടക്കമുള്ള കേസുകൾ, അത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സംഭവങ്ങൾ, അതിന്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഇന്നലെ ആലപ്പുഴ കലവൂരിൽ കടവത്ര സ്വദേശിനിയായ സുഭദ്രയുടെ മൃതദേഹം 73-കാരിയായ സുഭദ്രയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഈ സംഭവത്തിലാണ് 1 മാസം പഴക്കമുണ്ടായിരുന്നു ഇന്നലെ ആ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ. ഇന്ന് സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. ഒപ്പം തന്നെ ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗം സർജൻമാർ എത്തി ഈ മൃതദേഹം പരിശോധിച്ചിരുന്നു. 1 മാസത്തിന് ശേഷമുള്ള പരിശോധനകൾ ആയതുകൊണ്ട് തന്നെ ഇനി ഒടിവോ മറ്റു കാര്യങ്ങളോ ഒക്കെ എത്രമാത്രം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. എങ്കിൽ പോലും വളരെ നിർണായകമാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോഷണത്തിന് വേണ്ടി, അതായത് ഈ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പ്രധാന പ്രതികളായ ഷർമിളയും ഒപ്പം തന്നെ നിതിൻ എന്ന് വിളിക്കുന്ന മാത്യുവും ഇവരെ കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് വേണ്ടി ഉടുപ്പിയിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടുപ്പിയിലും ആലപ്പുഴ നഗരത്തിലും കേന്ദ്രീകരിച്ച് സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ ഷർമിളയും മാത്യുവും ചേർന്ന് വിറ്റതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഉടുപ്പിയിലെത്തി വിവരങ്ങൾ തേടുകയാണ്. ഉടുപ്പിയിൽ നിന്നും ഇവർക്ക് ഈ ഷർമിള കർണാടക സ്വദേശിയാണ്, മാത്യു ആലപ്പുഴക്കാരനുമാണ്. ആലപ്പുഴയിൽ മാത്യു കലവൂർ കോർത്തശ്ശേരിയിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതെന്ന നിഗമനത്തിലാണ് പോലീസ്. ആ വീടിന്റെ പിൻവശം തന്നെയായിരുന്നു ഈ സുഭദ്രയെ കുഴിച്ചു മൂടുകയും ചെയ്തത്. ഇന്നലെ സുഭദ്രയുടെ മക്കളടക്കം എത്തി ഐഡന്റിഫൈ ചെയ്ത് ആള് സുഭദ്രയാണ് എന്നുള്ളത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും 1 മാസം കഴിഞ്ഞ മൃതദേഹമായതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സുഭദ്ര ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരണം നൽകുകയുള്ളൂ. പക്ഷേ മക്കൾ ഇന്നലെ എത്തി തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആളാണ് സുഭദ്ര. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സ്ഥിരം പോകുന്ന ആളാണ്. അത്തരത്തിലുള്ള ബന്ധമാണ് ഈ ഷർമിളയുമായി ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇവർ കർണാടക സ്വദേശിയാണ്. ഷർമിളയെ സംബന്ധിച്ചും നിരവധി ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഷർമിളയും മാത്യുവും നിരന്തരം മദ്യപിച്ചിരുന്ന ആളുകളാണ്. മദ്യപിച്ച ശേഷം മാത്യു വളരെ അക്രമാസക്തനാകുന്ന സ്വഭാവമുള്ള ആളാണ് എന്നുള്ള വിവരം നമുക്ക് ഏറ്റവും പുതിയതായി ലഭ്യമാവുന്നുണ്ട്. മാത്രമല്ല ഈ മദ്യപിച്ച ശേഷം അത്തരത്തിൽ അക്രമ സ്വഭാവം, അഴിച്ചുവിടുന്ന സ്വഭാവം മാത്യുവിനുണ്ട്. ഒരു ഘട്ടത്തിൽ ഷർമിളയും മാത്യുവും തമ്മിൽ തർക്കമുണ്ടാവുകയും ഷർമിള ഒരു ആയുധം ഉപയോഗിച്ച് മാത്യുവിന്റെ കയ്യിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മണ്ണഞ്ചേരി പോലീസിൽ ഇത് വിവരം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് പോലീസ് എത്തുന്ന ഘട്ടത്തിൽ ഇവർ പരസ്പരം ഈ വിഷയങ്ങൾ പറഞ്ഞ് പരിഹരിച്ചുകൊണ്ട് ട്രെയിനിൽ മറ്റൊരിടത്തേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് ആ കേസ് വന്നിട്ടില്ല എന്നുള്ളതാണ് മണ്ണഞ്ചേരി പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ആ രാത്രി ആ വീട്ടിൽ നടന്നിരുന്നു എന്നുള്ളതാണ്. അയൽവാസികളടക്കം സുഭദ്ര അവിടെ എത്തി എന്നുള്ളത് സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. എന്നാലും 10 മണിയോടുകൂടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കൃഷ്ണൻ ബാലേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഫോറൻസിക് വിഭാഗം സർജൻമാരാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ സുഭദ്രയുടെ നടത്തുക. ശരണ്യാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, കൊച്ചിയിലെ അന്വേഷണ സംഘം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അന്വേഷണത്തിന്റെ ഗതി ഇപ്പോൾ പോകുന്നത്? ശരണ്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഉടുപ്പി കേന്ദ്രീകരിച്ചാണ് കൂടുതലായും തന്നെ പരിശോധനകൾ, പ്രത്യേകിച്ച് ഈ പ്രതികൾ എന്ന് ഉറപ്പിക്കുന്ന 2 പേരെക്കുറിച്ചും ഷർമിളയെക്കുറിച്ചും മാത്യുവിനെ കുറിച്ചും എല്ലാം തന്നെ കൂടുതൽ വിവരങ്ങളിൽ എത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് ഉടുപ്പി കേന്ദ്രീകരിച്ചാണ് കൂടുതലായും പരിശോധനകൾ നടക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള സംഘവും ഇതോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. പ്രധാനമായും കൊച്ചിയിലായിരുന്നു ആദ്യം ഇവരെ ഈ മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ ഇവർ ഈ തീർത്ഥാടനത്തിന് പോകുന്ന ഒരു സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കാകാമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളൊരു ദുരൂഹത സംശയിക്കുന്നതുകൊണ്ടാണ് പിന്നീട് CCTV അടക്കം പരിശോധനകൾ നടത്തിയത്. അതിൽ നിന്നാണ് ഷർമിളയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്. പരിസരവാസികളുടെ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇവിടെ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു ആളാണ് എന്നതിനെക്കുറിച്ച് വിവരം ലഭിച്ചു. അവരുടെ വിവാഹം വരെ
നടത്തിക്കൊടുത്തത് സുഭദ്രയാണെന്നും ഇന്നലെ പരിസരവാസികൾ പറയുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഈ ഷർമിളയോടൊപ്പം തന്നെയാണ് ഇവർ പോയിരുന്നത് എന്ന് സ്ഥിരീകരിക്കാനായിട്ട് പോലീസിന് സാധിക്കുകയും ചെയ്തിരുന്നിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ പോലീസ് കൂടുതൽ പേരിലേക്ക് പരിസരവാസികളിൽ നിന്ന് മറ്റെന്തെങ്കിലും രീതിയിൽ ഇതിന് സഹായകരമാകുന്ന ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നറിയാനുള്ള ഒരു ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഈ ഷർമിളയെക്കുറിച്ചും ഇവിടെ ഇടയ്ക്ക് വന്നിരുന്ന മാത്യുവിനെ കുറിച്ചും എല്ലാം മറ്റെന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘത്തോടൊപ്പം തന്നെയാണ് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഉടുപ്പിൽ നടത്തുന്ന നിർണായകമായ പരിശോധനയിൽ പ്രതികളിലേക്കെല്ലാം എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘവും നൽകുന്ന സൂചനകൾ. ഡാനി, അതായത് ഇതിപ്പോൾ പരിസരവാസികൾക്കൊക്കെ തന്നെയും ഈ ഷർമിളയും സുഭദ്രയും തമ്മിലുള്ള അടുപ്പവും ബന്ധവും ഒക്കെ അറിയാവുന്നതായിരുന്നു. ഈ കുടുംബം എന്താണ് പറയുന്നത്? അവർക്ക് ഇത്തരത്തിൽ ഇവരുമായി ഉള്ള ഒരു സൗഹൃദത്തെ കുറിച്ചൊക്കെ അറിയാമായിരുന്നോ? സുഭദ്രയ്ക്ക് 3 മക്കളാണ്. ഒരാൾ മരിച്ചു. മറ്റു 2 പേരും തന്നെയും സുഭദ്രയുടെ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചിരുന്നു. അവർ മറ്റ് വീടുകളിലാണ് താമസം. ഇവർ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ കവാടത്തിൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയ ഒരു വീട്ടിലാണ്. അവിടെയാണ് ഇവർ താമസിക്കുന്നത്. കാലങ്ങളായിട്ട് അവർ അവിടെയാണ് താമസിക്കുന്നത്. അവിടെ ഒറ്റയ്ക്കായിട്ട് താമസിക്കുന്നു. അവർക്ക് ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന, വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്നതും അത് ദിവസേന എന്ന പോലെ പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ അടുത്ത ഒരു ഹോസ്റ്റലിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവരൊരു സുഹൃത്തിനൊപ്പം ചേർന്ന് അതിൻ്റെ നടത്തിപ്പ് ചുമതലയും കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. മക്കൾ എപ്പോഴും കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനെല്ലാം തന്നെ ഇടയ്ക്ക് മറ്റു 2 മക്കളെല്ലാം തന്നെ എത്തിയുണ്ടായിരുന്നു എന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത്. പിന്നീട് ഇവർ അങ്ങനെ കൃത്യമായി അവരോട് പറഞ്ഞുകൊണ്ടല്ല പലപ്പോഴും തീർത്ഥാടനത്തിന് പോകുന്നത്. അമ്പലങ്ങളിലേക്ക് പോകും, ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും, തിരിച്ചു വരികയും എല്ലാം തന്നെ ചെയ്യും. അത് പരിസരത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള യാത്രകൾക്കിടയിലാണ് ഈ ഷർമിളയുമായി പരിചയമാവുന്നതും ഒപ്പം തന്നെ പല യാത്രകളിലും ഷർമിള ഒപ്പം കൂടുന്നതും എല്ലാം തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ ഒരുമിച്ച് പോയി എന്ന് കാണുമ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർക്കൊരു അസ്വാഭാവികത തോന്നിയിരുന്നില്ല, വീട്ടുകാർക്കും അത് തോന്നിയിരുന്നില്ല. കാരണം ഇവർക്കൊപ്പം പലതവണ ഇവർ കണ്ടിട്ടുണ്ട്, ഇവർ യാത്ര പോകുന്ന വിവരങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു സംശയമൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം തീർത്തും ഇവർ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇതൊരു സംശയത്തിലേക്കും എല്ലാം മാറുന്നത്. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ളൊരു വിശദീകരണമാണ് ഇപ്പോഴും ഉള്ളത്. ശരി, ഡാനിയാണ് വിവരങ്ങൾ നൽകിയ. ഡാനി ഒന്ന് തുടരണം. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് ഡാനിയിൽ നിന്ന് തേടേണ്ടതുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായും അതിനുശേഷം വന്ന പരാതികളിലും എപ്പോഴും കോടതി പറയുന്ന കാര്യം പരാതിക്കാരിയുടെ അവരുടെ പ്രൈവസി, അത് സ്വകാര്യത മാനിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനിപ്പോൾ ഒരു ഭംഗം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിലൊരു പരാതി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്ത. ലൈംഗിക ആരോപണ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് പരാതിക്കാരി. അന്വേഷണ സംഘത്തിൽ വിശ്വാസം ഇല്ലാതാകുന്നുവെന്നും തന്റെ സ്വകാര്യത ഇല്ലാതാക്കുന്നുവെന്നുമാണ് പരാതി. മുകേഷിനും ഇടവേള ബാബുവിനും അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടേതാണ് ഈ ആരോപണം. ആദ്യം നമുക്ക് ആ പരാതി കേൾക്കാം. യെസ്, നമുക്ക് അതിലേക്ക് മടങ്ങി എത്താം. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഈ വാർത്തയുടെ. ഡാനി, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഈ നടി പരാതിക്കാരി പറയുന്നത്? അവരുടെ സ്വകാര്യതയെ ഏതൊക്കെ തരത്തിൽ ഈ അന്വേഷണം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായും അവർ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, അതിൽ പൂർണ്ണമായും തന്നെ അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അതിൽ അവർക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയതുപോലെ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഫേസ്ബുക്ക് അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ മുഴുവനായുള്ള ഒരു പാസ്വേഡ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവർ നൽകിയിരുന്നു. പക്ഷേ അതിപ്പോൾ പൂർണ്ണമായും അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് അടക്കം വന്നിരിക്കുന്നു. തനിക്കത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രവുമല്ല, ഈ അന്വേഷണ സംഘം പലപ്പോഴും തന്നെ അവരോടെല്ലാം തന്നെ താൻ സഹകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും തന്നെ താൻ താമസിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ മുഴുവൻ സമയവും എന്ന പോലെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ അവിടെ തന്നെ തുടരുന്നു. തനിക്കൊപ്പം മറ്റ് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഒപ്പം തൻ്റെ മകനുണ്ട്, അവർക്ക് മുറിയിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെ തൻ്റെ സ്വതന്ത്രമായ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പൂർണ്ണമായും തന്നെയും
ഇവരൊരു നിയന്ത്രണത്തിലേക്ക് അടക്കം മാറിയിരിക്കുകയാണ്. ഇത് എന്താണ് ഇത് ചുറ്റും നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെല്ലാമാണ് അവരുടെ ഒരു ശബ്ദ സന്ദേശത്തിൽ അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്കൊരു വ്യക്തതയും ഇല്ല. എന്താണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും തന്നോട് പറയുന്നില്ല. അതുകൊണ്ട് തനിക്ക് മുഴുവനായ ഒരു സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകുകയുമില്ല. പൂർണ്ണമായും അന്വേഷണ സംഘത്തെ വിശ്വസിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടം മുതൽ താൻ നിന്നിരുന്നത്. താൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെയും അവരത് ഉൾക്കൊള്ളുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കണോ എന്നൊരു സംശയം തൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്നത് പൂർണ്ണമായും അതിൽ വ്യക്തമാക്കുന്നില്ല. ഒരുപക്ഷെ അവർ പറയുന്നത് അവർ സമൂഹ മാധ്യമ അക്കൗണ്ടുകളടക്കം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവരത് ഒരു നിരോധനം ഏർപ്പെടുത്തുന്ന രീതിയിലേക്കടക്കം മാറിയിട്ടുണ്ട് എന്നെല്ലാം തന്നെ അവർ സംശയിക്കുന്നുണ്ട്. തൻ്റെ സ്വകാര്യത പൂർണ്ണമായും ഇല്ലാതാക്കുന്നു എന്നെല്ലാമാണ് അവരുടെ ഒരു ആക്ഷേപമായി പറയുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിൻ്റെയോ മറ്റൊന്നും ഒരു വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. കാരണം പൂർണ്ണമായും അവരത് അന്വേഷണ സംഘം ഇപ്പോൾ മാധ്യമപ്രവർത്തകരോടൊന്നും പ്രതികരിക്കുന്ന ഒരു ഘട്ടത്തിലുമല്ല. സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചില നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ എല്ലാം തന്നെ സ്വാഭാവികമായും വരാറുണ്ട് എല്ലാ കേസുകളിലും തന്നെയും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്നതിലുള്ളൊരു മറുപടിയാണോ ഇതൊന്നും വ്യക്തമല്ല. എന്തായാലും അവർ അയച്ചിരിക്കുന്ന അവരുടെ ശബ്ദ സന്ദേശത്തിൽ ഇതാണ്: തൻ്റെ സ്വതന്ത്രത ഇല്ലാതാക്കുന്നു, സ്വകാര്യത ഇല്ലാതാക്കുന്നു, തനിക്ക് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളടക്കം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് വല്ലാത്ത രീതിയിൽ തന്നെ അലോസരപ്പെടുത്തുന്നുണ്ട്. മുഴുവനായിട്ട് തന്നെ ഒരു നിയന്ത്രണത്തിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിരിക്കുന്നു. എന്താണ് തൻ്റെ കേസുകളിലും നടക്കുന്നത്, അന്വേഷണം നടക്കുന്നത് ഏത് രീതിയിലാണ് എന്നൊന്നും തനിക്ക് അറിയാൻ കഴിയാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒന്നും തന്നോട് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല, പറയുന്നില്ല എന്നാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. ഡാനി, ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ, നിയമ നടപടികളുമായി അവർ മുന്നോട്ട് പോകാനുള്ള താല്പര്യപ്പെടുന്നുണ്ടോ? പരാതി നൽകാനോ അന്വേഷണ സംഘത്തിനെതിരെ പരാതി നൽകാനോ ഒക്കെയുള്ള തീരുമാനത്തിലാണോ ഈ പരാതിക്കാരി ഇപ്പോൾ? അന്വേഷണ സംഘത്തിനെതിരെ ഒരു ഔദ്യോഗികമായ ഒരു പരാതി നൽകുന്നതിനെ കുറിച്ച് അവർ അതിൽ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മറ്റുള്ളവർക്ക് ജാമ്യം, അവരുടെ കേസിൽപ്പെട്ട മുകേഷ് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ജാമ്യത്തിനെതിരെയും മറ്റും നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നിയമോപദേശം അടക്കം തേടിയിട്ടുണ്ട്. താനും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്നെല്ലാം തന്നെ അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തനിക്ക് പറയാനുള്ളതടക്കം താനും ഈ നിയമ പോരാട്ടത്തിൽ തന്നെയാണുള്ളത്. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. കോടതി അവർക്ക് മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരം ഈ മുൻകൂർ നൽകിയതിനെതിരെ താൻ തന്നെയും നിയമ പോരാട്ടത്തിന് ഇറങ്ങും എന്ന് തന്നെ അവർ നേരത്തെയും വ്യക്തമാക്കിയിരുന്നൊരു കാര്യമാണ്. അതിനുശേഷമാണ് അവർ അഭിഭാഷകരടക്കം കാണുകയും അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തതായിട്ട് നേരത്തെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ രീതിയിൽ അവരൊരു ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. തനിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, ഇത് നീതീകരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇതിനോട് ഒരു ഔദ്യോഗിക പ്രതികരണം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇവിടെ നിന്നോ ഉണ്ടായിട്ടില്ല. എന്തായാലും എന്താണ് ഇതിൻ്റെ ഒരു സാങ്കത്യം എന്നത് ഇപ്പോൾ വ്യക്തവുമല്ല. ഇതിൽ നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ചില ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്വാഭാവികമാണ് അത്തരം കാര്യങ്ങൾ. അതിൽ ഈ രീതിയിൽ അസ്വസ്ഥപ്പെടേണ്ടത് എത്രമാത്രമുണ്ട് എന്നതടക്കം അവർ തന്നെ പരിശോധിക്കേണ്ടതാണെന്നും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പരാതിക്കാരി പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, സ്വകാര്യത മാനിക്കപ്പെടുന്നില്ല. അന്വേഷണ സംഘത്തിനെതിരെ അത്തരത്തിലുള്ള പരാതികളൊക്കെയാണ് എന്തായാലും പരാതിക്കാരി പരിഹരിക്കേണ്ടതുമാണ് എന്നുള്ളതാണ്. കാരണം കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തേക്ക് വരാത്തത് ഇതൊക്കെ ഭയന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു പരാതിക്കാരിക്ക് ഇങ്ങനെ ഒരു പരാതി, വീണ്ടും അവർക്കൊരു പരാതി, അന്വേഷണ സംഘത്തിനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതുമായി അവർ മുന്നോട്ട് പോവുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും ചെയ്യേണ്ടത് തന്നെയാണ്. തീർച്ചയായും. ഇനി അശ്വതി, നമ്മൾ പോകുന്നത് തലസ്ഥാന വാസികളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥത കെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5-6 ദിവസം ഇവിടെ തിരുവനന്തപുരത്തെ നമ്മുടെ ഒരിടത്തും വെള്ളമില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം അതിന്റെ ഇരകളാണ്, നമ്മളത് അനുഭവിച്ചതാണ്. വെള്ളമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടി കുറച്ച് വെള്ളം കിട്ടിയപ്പോൾ നാളെ വീണ്ടും ജലവിതരണം തടസ്സപ്പെടുമെന്നുള്ളതാണ് വാർത്ത. നാളെ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഈ നിയന്ത്രണമുള്ളത്.
വഴുതക്കാട് ഉദാരശിരോമണി റോഡ്, പാലാട്ടുകോണം CSM നഗർ, ശിശുവിഹാർ ലൈൻ, കോട്ടൺ ഹിൽ, ഇടപ്പഴിഞ്ഞി, K. അനിരുദ്ധൻ റോഡ്, ഇറക്കം റോഡ്, മേട്ടുക്കട, വലിയശാല, തൈക്കാട് എന്നീ പ്രദേശങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പക്ഷേ ഇതുപോലെ ഒരു അറിയിപ്പ് നൽകിയിട്ടാണ്, അശ്വതി ഓർക്കുന്നുണ്ടോ, അതായത് ഒരു ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ എല്ലാവരും ശേഖരിച്ചു വെച്ച് ഈ ഒരു ജലവിതരണം മുടങ്ങുമെന്ന് അറിഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വെള്ളം വന്നത് എന്നുള്ളതായിരുന്നു ഏറെ നിരാശാജനകമായിട്ടുള്ള കാര്യം. എന്തായാലും സ്മാർട്ട് സിറ്റി പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആൽത്തറ മേട്ടുക്കട റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പുതിയ ലൈനുകൾ ചാർജ് ചെയ്യുകയും പഴയ ബ്രാഞ്ച് ലൈനുകൾ പുതിയ പൈപ്പ് ലൈനുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ജോലികൾ നടക്കുന്നതിനാലാണ് ഈ ജലവിതരണം നാളെ തടസ്സപ്പെടുന്നത്. ഈ പറഞ്ഞ മേഖലകളിൽ അല്ലാതെയുള്ള ആളുകളും കൂടി കുറച്ച് ജലം ശേഖരിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കൃത്യമായി ഈ പറയുന്ന സ്ഥലത്ത് മാത്രമായിരിക്കില്ല ജലവിതരണം മുടങ്ങുക. അനുഭവം ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആകും. പക്ഷെ എത്രത്തോളം ശേഖരിച്ച് വെക്കാനാകും എന്നുള്ളതാണ്. 5 ദിവസമൊക്കെ ഒരു സ്ഥലത്ത് വെള്ളം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു ജീവിതം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഹോട്ടലിനെ ആശ്രയിക്കാമെന്ന് വെച്ചാൽ പോലും അതിനും പോലും ഹോട്ടലുകളൊക്കെ അടച്ചുപോയ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് മുൻകരുതൽ എടുത്തോണം. വെള്ളം നാളെ മുടങ്ങും. അങ്ങനെ തന്നെ വിചാരിച്ചു പോവുക, നമ്മുടെ സ്ഥലങ്ങൾ നോക്കുകയോ വേണ്ട. അതെ, തീർച്ചയായും. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേളയാകാം അല്ലേ? ഇടവേള. സ്പീക്കറുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം. പ്രസ്താവന പിൻവലിക്കണമെന്ന് AIYF. സംഘപരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി ജയിക്കാനുള്ളത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കാൻ ശ്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപ. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ സമയോചിതമായ ഇടപെടലിൽ. ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തൊരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു സാറൊന്നും മിണ്ടുന്നില്ല, സാർ എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയിലുള്ളത് ഡൽഹി എയിംസിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്ന് CPM വാർത്താക്കുറിപ്പ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ഇംഫാലിൽ കർഫ്യൂ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സംശയം. കുനൂരിൽ വെച്ച് ഫോൺ ഓണായി. 1 തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബം. വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം പൊളിച്ച് ഹൈക്കോടതി. കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും 4 വർഷം കണ്ണടച്ചിരുന്നോ എന്ന് കോടതി. അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സമെന്തെന്ന് ചോദ്യം. കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരമില്ലെന്ന് മുടന്തൻ ന്യായം ഉന്നയിച്ചു. വെൽക്കം ബാക്ക്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ ഓണവിശേഷങ്ങളിലേക്കും അതിഥിയിലേക്കും പോവുകയാണ്. ഇന്ന് തൃക്കേട്ട. അപ്പൊ ഓണമായിട്ട് രാവിലെ നല്ലൊരു അതിഥിയെ, വളരെ പോസിറ്റീവായിട്ടുള്ള അതിഥികളെ ഞങ്ങൾ എല്ലാ ദിവസവും എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്നും ഗംഭീരമായിട്ടുള്ള ഒരു അതിഥിയെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. ആരാണ് ആര്യ? പ്രസീത ചാലക്കുടിയാണ്. എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ട ഗായികയാണ് നമുക്കൊപ്പം ചേരുന്നത്. വെരി ഗുഡ് മോർണിംഗ് പ്രസീത. മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഓണമൊക്കെ ഏതുവരെയായി? പ്രോഗ്രാം ഒക്കെ തുടങ്ങിയോ? പ്രോഗ്രാംസ് തുടങ്ങാൻ പോണു. 13-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആവും. പിന്നെ കുറച്ച് ഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് ചാനലുകളുടെ. അപ്പൊ ഇത്തവണ ഓണത്തിന് വീട്ടിലില്ല, ഫുൾ ഷോയിലായിരിക്കും അല്ലേ? അതെ, ഷോയിലാണ്. നമ്മുടെ
വയനാട് ദുരിതാശ്വാസ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ചില പരിപാടികൾ നമുക്ക് ക്യാൻസൽ ആയിട്ടുണ്ട്, ഇല്ല എന്നല്ല. എന്നിരുന്നാൽ കൂടിയും അന്നം മുട്ടാണ്ട് ഓണം ഉണ്ണാനുള്ള ഒരു പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ. നമുക്കപ്പോ ഞാൻ ഈ പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് കുറെ പാട്ടുകൾ ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് പോകുന്നുണ്ടാവും. നമുക്കൊരു പാട്ടിൽ തുടങ്ങിയാലോ? ഇഷ്ടമുള്ള ഒരു പാട്ടില് ആയിക്കോട്ടെ, ഓണപ്പാട്ട് തന്നെ ആയാലോ? ഓ ഗംഭീരാവും. പപ്പടം പഴം മുപ്പിട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ പാട്ട് കിട്ടും. ഞാൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. പാട്ടിലേക്ക് പോവാം. പപ്പട പഴം മുപ്പിട് തൂഷനിലതൻ തുമ്പിലെ ശർക്കര ഉരുട്ടി മുപ്പേരിയും തൊട്ടിരമ്പിലെ. പപ്പട പഴം മുപ്പിട് തൂഷനിലതൻ തുമ്പിലെ ശർക്കര ഉരുട്ടി മുപ്പേരിയും തൊട്ടിരമ്പിലെ. മാങ്ങാച്ചാറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട്. മാങ്ങാച്ചാറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട്. ഓണമെന്നാൽ സദ്യയ സദ്യയൊക്കെങ്കെ മമ. ഓണമെന്നാൽ സദ്യയ സദ്യയൊക്കെങ്കെ മമ. ആഹാ, സദ്യ എങ്ങനെയാണ്? സദ്യ ഇഷ്ടാണോ? സദ്യ ഇഷ്ടമാണ്. സദ്യ എങ്ങനെ ഉണ്ണണം എന്നുള്ളതാണ് നമ്മുടെ ഈ പാട്ടിലൂടെ പറയണത്. നമ്മൾ കുറെ കറികൾ കിട്ടുന്നു അവിടെ ഇവിടെയൊക്കെ ഇടുന്നു എന്നുള്ളതല്ല. സദ്യയിൽ കറികൾ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ഇലയുടെ ഓരോ ഭാഗങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തെറ്റാണ്ട് കാണാതെ പഠിച്ചാൽ മതി ഈ പാട്ട് അല്ലേ? തീർച്ചയായും അശ്വതി, ഞാൻ പാട്ട് കേട്ടപ്പോ ആലോചിക്കുകയായിരുന്നു, അതായത് എന്തൊക്കെ വിഭവങ്ങളാണ് ഇനി നമ്മൾ ഈ ഒരു കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനി ഒരു 4 ദിവസമേ ഉള്ളൂ ഓണസദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് പ്രസീത ഇതിന്റെ ഉള്ള ഒരുക്കങ്ങൾ, ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ ഒരുക്കുന്നതിന്റെ ഒരു മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ടോ? ഞാൻ പറയായിരുന്നു മനുവേട്ടനോട്, ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് നമ്മൾ പ്രോഗ്രാം എടുത്തില്ല, കാരണം നമ്മുടെ വീട് വെച്ചിട്ട് ആദ്യത്തെ ഓണമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പറ്റില്ല. ഇക്കൊല്ലം മുതൽ കഴിഞ്ഞ മുന്നത്തെ കൊല്ലം പോലെയുള്ള ഓട്ടാണ്. അപ്പൊ മനുവേട്ടനോട് ഞാൻ പറയുന്നു, മനുവേട്ടൻ സദ്യ ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടാവില്ലല്ലോ, എന്താ ചെയ്യാന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോ ഏട്ടന്റെ വീട്ടിലോ പെങ്ങന്മാരുടെ വീട്ടിലോ എവിടെയെങ്കിലും കൂടാന്ന് പറഞ്ഞത്. അപ്പൊ ഇപ്രാവശ്യം സദ്യ അമ്മയില്ല, അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എവിടെ കൂടിയാലും അല്ലെ, മൊത്തത്തിൽ കൂടുമ്പോ ഇമ്പോ ഉള്ള കാര്യം, പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടുകുടുംബം ആണ്, ഗംഭീര ഒരു കുടുംബത്തിലേക്കാണ് പ്രസീത ചെന്നത് അല്ലെ. അപ്പൊ ഓണം അവിടുത്തെ ഓണം എങ്ങനെയാണ്? നിങ്ങൾ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവോ? ഇപ്രാവശ്യം ഞങ്ങൾ 16-ാം തീയതി ഓണം ആഘോഷിക്കണം, കാരണം 16-ാം തീയതി പ്രോഗ്രാം എടുത്തിട്ടില്ല. അപ്പൊ 16-ാം തീയതി തറവാട്ടിലെ എല്ലാവരും, ഇപ്പൊ അമ്മയ്ക്ക് 6 മക്കളാണല്ലോ, മനുവേട്ടന്റെ അമ്മയ്ക്ക്. അപ്പൊ 6 മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും അടുത്തൊരുത്തി പേരക്കിടാവ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളെ ഒരു സ്വീകരിക്കലും കൂടിയായിട്ട് അങ്ങനെ 16-ാം തീയതി ഇവിടെ മൊത്തം ആർഭാടാക്കി തീർക്കും ഞങ്ങള്. അപ്പൊ ഇവിടെ വടംവലി ഉണ്ടാവും, സ്പൂൺ റേസിങ്, അങ്ങനെ തുടങ്ങിയ മത്സരങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തില് എന്തായാലും വെക്കും. അങ്ങനെ ആഘോഷിക്കും. പുറത്തേക്ക് പരിപാടിക്ക് പോകുന്നുണ്ടോ ഇത്തവണ ഓണത്തിന്? പുറത്തേക്ക് പോകുന്നുണ്ട്. അതിന് പുറമെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പതി ഫോക്ക് ബാൻഡ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ടീം 18 മെമ്പർമാരാണ്. അപ്പൊ 18 മെമ്പർമാരും ചേർന്നിട്ട് അവരുടെ ഫാമിലിയും ചേർന്നിട്ട് എല്ലാ കൊല്ലം എവിടെയെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് എല്ലാവരും ചേർന്ന് അവിടെ ഇതേപോലെ മത്സരങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അറമാദിക്കാറുണ്ട്. പിന്നെ പുറത്തു പോകുന്ന കാര്യം ചോദിച്ചത്, ഇപ്രാവശ്യം 18-ാം തീയതി വരെ നാട്ടിലുണ്ടാവും. 19-ാം തീയതി മുതൽ ഞങ്ങൾ UK-ലാണ്. അടുത്ത മാസം 29 വരെ UK-ലാണ്. അടിപൊളി. അപ്പൊ അതിനു മുമ്പായിരിക്കും അല്ലെ ഈ ബാൻഡിന്റെ ഓണാഘോഷം? ബാൻഡിന്റെ ഓണാഘോഷം, കുടുംബത്തിന്റെ ഓണാഘോഷം അതിന് തൊട്ട് മുമ്പുള്ള അടുത്തടുത്ത ദിവസങ്ങളിൽ എന്തായാലും വെക്കും. UK മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും പ്രസീത ചാലക്കുടി അങ്ങോട്ടേക്ക് ഒന്ന് എത്തിക്കിട്ടിയാ മതി അല്ലെ. അവരുടെ ഓണം ഗംഭീരമാക്കാനായിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. എങ്ങനെയാ അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഓരോ സ്റ്റേജ് കഴിയുന്നതോറുള്ള ആ ഒരു ഊർജം എങ്ങനെയാണ്? ആക്ച്വലി നമ്മളൊരു 100% ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ളവർ അതൊരു 110 ആഘോഷിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അവർക്ക് കൊല്ലാകൊല്ലം ഉണ്ടാവുന്ന അവരുടെ നാട്ടിലൊരു നൊസ്റ്റാൾജിയ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആഘോഷ പരിപാടികളിൽ ഇപ്പൊ നമ്മുടെ മുട്ടിന് മത്സരങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഓണാഘോഷങ്ങൾ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം അവർ അത്രയോ കാത്തിരുന്നിട്ട്, കാരണം പല അസോസിയേഷൻസ് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ ഓഡിറ്റോറിയം കിട്ടാൻ കുറച്ച് പാടാണല്ലോ. അപ്പൊ ആറ്റുനോറ്റൊരു ഓഡിറ്റോറിയം കിട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ആഘോഷം എത്ര ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിലേക്കാണ് നമ്മൾ പാട്ടായിട്ട് ചെന്നിറങ്ങുന്നത്. അപ്പോ ഗംഭീരമാക്കിക്കൊണ്ട് അവരെ പരിപാടിയും കൂടി തീർത്തു തരും. അപ്പൊ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത്, നമ്മൾ ഇവിടെ നാട്ടിലാണെങ്കിൽ ഓഡിയൻസിനെ കുറച്ച് ഇളക്കാൻ നമ്മൾ പണിയെടുക്കണമെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് പാടി തുടങ്ങിയാൽ മതി. അവർ
തെറ്റാണ്. പ്രസിദ്ധ പറഞ്ഞ ഒരു പോയിന്റ് ആണ് കേട്ടോ. നമ്മളെക്കാട്ടിൽ കൂടുതൽ വളരെ ഗംഭീരമായി ഓണം ആഘോഷിക്കുന്നത് വിദേശ മലയാളികൾ തന്നെയാണ്. അവരുടെ ആ ഒരു വൈബ്രൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ഈ വർഷത്തെ ഓണാഘോഷം കഴിഞ്ഞാൽ ഉടൻ അടുത്ത വർഷത്തെ ഓണാഘോഷം എങ്ങനെ ഇതിലും ഗംഭീരമാക്കാനുള്ള ആലോചനകൾ തുടങ്ങിയിട്ടേ ഉണ്ടാകും. എന്തായാലും അതിന് പറ്റിയ തുടങ്ങിയാലേ പ്രസിദ്ധയെ പോലുള്ള ഗസ്റ്റുകളെ അവർക്ക് കിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു വന്നത്. അതിന് പറ്റിയ ഈ ഓണം പോലെ ഓണം വൈബാക്കാൻ പ്രസീതയെ പോലെ ഒരു ഗസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് ഈ വൈബ്രൻസി കീപ്പ് ചെയ്യുന്നത്? ഈ എനർജി എവിടുന്നായി വരുന്നത്? ഇത് എനർജി അതേ ഒരു കാര്യം പറയാനും പറയരുത്, ഇത് ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല, നമ്മള് 3 പേരെ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തിന്നും ഞാൻ, നല്ല മൂക്കുമുട്ട തിന്നും അത് എന്താണെങ്കിലും. പക്ഷെ വണ്ണം വെക്കില്ല. ചിലപ്പോ വണ്ണം വെക്കാത്തതായിരിക്കാം അതിന്റെ ഒരു ആ ചാടിക്കളിയുടെ ഒരു വലിയൊരു എന്താ പറയാ സീക്രട്ട് എന്ന് പറയുന്നത്. വേറെ ഒന്നും ദൈവാനുഗ്രഹം. നമ്മള് ഗുരുക്കന്മാരെയോ കാരണന്മാരെയോ ഒന്നും ഇതുവരെ അവരെ കൊണ്ട് എതിർത്ത് പറയാവുന്ന രീതിയിൽ ഒന്നും പെരുമാറിയിട്ടില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരറിയാണ്ട് കളിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് കളിച്ചു പോണതാണ്. എല്ലാം കൂടിയിട്ടായിരിക്കാം മേ ബി. ഓക്കെ, പ്രസിദ്ധയെ കാണുമ്പോ തന്നെ നമുക്ക് ചെവിയിലേക്ക് ഇങ്ങനെ വരുന്നത് കേൾക്കണോ, അതിങ്ങനെ ചെവിയിലേക്ക് അല്ലെ പ്രസിദ്ധയെ കാണുമ്പോ ആ ട്യൂൺ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും നമുക്ക്. അപ്പൊ നമുക്കൊന്ന് പാടിയാലോ? കേൾക്കണോ പ്രിയ കൂട്ടരെ അല്ലെ? കഴിഞ്ഞ സീസണിൽ പതുക്കാണ്ട് നീക്കി വെച്ചൊരു പാട്ടായിരുന്നു. എന്നാലും ആൾക്കാർ വിടണല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ച കാരണം ന്യൂസൈറ്റിന് വേണ്ടി പാടാം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. 4 പേരിൽ നിർത്താണ്. കാരണം ഇപ്പൊ കുറച്ച് ചോദിച്ചു തുടങ്ങി, ഇത് തന്നെയുള്ളൂ വേറെ പാടിക്കൂടെ ചോദിച്ചു തുടങ്ങി. അപ്പൊ വേറെ പാട്ടുകളിലേക്ക് പോവാൻ തോന്നുന്നു. അപ്പൊ ലിസ്റ്റിൽ കുറെ പുതിയ പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പൊ? തീർച്ചയായും തീർച്ചയായും. അപ്പൊ പുതിയ പാട്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോ എനിക്കൊന്ന് പറയണം തോന്നിയത് കമന്റ്സ്, അതായത് പ്രസിദ്ധയുടെ പ്രോഗ്രാംസിന്റെ കമന്റ്സ് നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത്, എത്ര പാടിയിട്ടും ഇളകാത്ത ഞങ്ങളുടെ കൂട്ടത്തെ ഫോക്കസ് ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇളക്കി മറിച്ച ചേച്ചിയെ ഞങ്ങൾ ഓർക്കുവാണെന്ന്. അതായത് കുറച്ചു നേരം കൈയൊക്കെ കെട്ടി മസിൽ പിടിച്ചിരുന്ന ആളുകളെ കൂടി ഇളക്കി മറിച്ച പ്രസിദ്ധ, അത് അവർ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയും കൂടി ഇളക്കി മറിക്കാനുള്ള ടെക്നിക്സുമായിട്ട് വേണം നമ്മൾ വേദിയിലേക്ക് പോകാനല്ലേ, പ്രത്യേകിച്ച് മലയാളികളുടെ. അതെ അതെ, ഓരോ സീസണിലും നമ്മള് ചില പാട്ടുകൾ റിപ്പീറ്റ് പോയേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ താരക പെണ്ണാളി എന്നുള്ള പാട്ട്, കേൾക്കണോ പ്രിയ കൂട്ടർ എന്നുള്ള പാട്ട് നമ്മൾ പാടിയില്ലെങ്കിൽ ഒരു പരിപാടിയുടെ പൂർണ്ണത ഇല്ലാത്ത പോലെ ഓഡിയൻസ് പറയാറുണ്ട്. ഒപ്പം നമ്മുടെ മണിച്ചേരന്റെ പാട്ടുകൾ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്ന്. അപ്പൊ ഇതല്ലാതെ പുതിയ പാട്ടുകൾ കുറെ എടുത്തിട്ടുണ്ട്, വിഷ്വൽസ് കുറെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് പതിവ് ഫോക്ക് ബാൻഡ് പുതിയ സീസണിലേക്ക് വേണ്ടി ഇറങ്ങുന്നത്. അതിൽ ആദ്യം ഞാൻ പാടാൻ പോണ പാട്ട് ഇതാണ്. നോക്കല്ലേ നോക്കല്ലേ ചേട്ടാ നിന്റെ ചോളിക്കണ്ണിട്ടുള്ള നോട്ടം, ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കൂടക്കമ്പി പോലെ, ഒരു ചീനക്കൂടക്കമ്പി പോലെ. ഇത് മണിച്ചേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. ആരും ഇതുവരെ അങ്ങനെ അത്ര ശ്രദ്ധിക്കാത്ത ഒരു പാട്ടാണ്. പക്ഷെ അത് ഞാൻ പാടിയിട്ട് ആദ്യത്തെ ഒരു പാട്ടായിട്ട് ഞാൻ പാടിയിട്ട് നമ്മുടെ ടീം ഇപ്രാവശ്യം ഇറക്കുന്നുണ്ട്. മണിച്ചേട്ടന്റെയും പ്രസീതയുടെയും ഒക്കെ ഷോയ്ക്ക് നമുക്കിങ്ങനെ ഇളകാതെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മസിൽ പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത്തരത്തിൽ ആക്റ്റീവ് അല്ലാത്തൊരു ഓഡിയൻസിനെ തുടക്കത്തിൽ കാണുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ടോ? നമ്മുടെ ഒരു ഊർജത്തെ അത് ബാധിക്കാറുണ്ടോ? ആക്റ്റീവാക്കി എടുക്കാനുള്ള പൊടികൈകൾ നമ്മുടെ അതാ ഞാൻ ആ കമന്റ് വായിച്ചത്. ഞങ്ങൾ നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഞങ്ങൾ അനങ്ങൂല എന്ന് പറഞ്ഞിരിക്കുന്നവരെയും കൂടി നമ്മൾ അനക്കും അല്ലേ? അതെ, കുറെ വാചകം അടിച്ചിട്ടും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇളക്കി കൊണ്ടുവരുന്നേ. ഇത് ഞാൻ ചോദിക്കുന്ന ഈ ശബ്ദം എങ്ങനെയാണ് പ്രസീത? നമ്മുടെ നോർമൽ പാട്ട് പാടുന്ന പോലെ അല്ലല്ലോ, നാടൻ പാട്ട് ഒപ്പം ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് ഒന്നും അല്ല, പൊങ്ങി ചാടുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആ ശബ്ദം എങ്ങനെ തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. അത് ദിവസവും ഈ പറഞ്ഞ പോലെ നല്ലോണം ഉറങ്ങാനുള്ള സമയം കണ്ടുപിടിക്കാറുണ്ട്. ഇത് നമ്മുടെ ജീവനോപാധിയാണല്ലോ. ഉപജീവനം നടക്കണ ഈ പാട്ട് ഉണ്ടായേ പറ്റൂ. പ്രത്യേകിച്ച് നാടൻപാട്ടാകുമ്പോ ഭയങ്കര സ്ട്രെയിനും കൂടിയാണ്. വേറൊരു കാര്യം, നാടൻപാട്ടിന്റെ വേറൊരു ശക്തിയും കൂടിയാണ് അത്. നാടൻ കലാകാരന്മാര് കൊടുക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സ്ഥിരകളിലും ലയിച്ചു ചേർന്നേക്കുന്ന ഒരു ദ്രവിഡിയൻ താളബോധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ ഇളക്കി മറിക്കേണ്ട കാര്യമില്ല. അവരും കൂടെ പോന്നോളും, ആസ്വദിച്ച് പോന്നോളും. വേറെ ഒരു കാര്യം, ശബ്ദത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ സ്റ്റേജിലും ശബ്ദം ഒരുപോലെ നിലനിർത്താൻ പറ്റാറൊന്നുമില്ല. എന്നിരുന്നാൽ പോലും പരമാവധി ഉറങ്ങാനുള്ള സമയമൊക്കെ ഒന്ന് കണ്ടെത്തി നമ്മളെ, പ്രത്യേകിച്ച് നമ്മൾ ചാനലിൽ വർക്ക് ചെയ്യുന്നത്, അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകളാണെങ്കിൽ പോലും ഉറക്കത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ശബ്ദം നിൽക്കുന്നത് ഉറക്കത്തിലാണ്. വേറെ എന്ത് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല.
8 മണിക്കൂർ കറക്റ്റ് ആയിട്ട് ഉറങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം അതീവ ശക്തിയിൽ പോയ ശബ്ദം തിരിച്ചു വരുന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. ഒപ്പം പറഞ്ഞ പോലെ അധികം സംസാരിക്കാതിരിക്കുക, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓ, അത് നല്ലൊരു ടിപ്പാണല്ലോ. ഞങ്ങൾക്കും കൂടി അത് നല്ലൊരു ടിപ്പാണല്ലേ. നമ്മളൊന്നും 8 മണിക്കൂറൊന്നും അങ്ങനെ ഉറങ്ങാറില്ല. ഉറങ്ങിയാൽ തന്നെ നമ്മൾ ആ ഒരു രാത്രിയിലെ ടൈം സ്ലീപ്പ് അല്ല കീപ്പ് ചെയ്യുന്നത്. അതെ. അപ്പൊ അതെന്തായാലും ഞങ്ങൾക്കൊരു ടിപ്പായി. ഈ സംസാരിക്കാതിരിക്കുക എന്ന് പറയുമ്പോ പ്രസീത സംസാരിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. വോയിസ് ആർക്കും പറ്റാറില്ല. മാനായിട്ടിങ്ങനെ ഇടയ്ക്ക് ഞാൻ ഉറക്കം പോലുന്ന സമയത്ത് ഒരു വിളി വിളിച്ച അവിടെ ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്താറുണ്ടോ പ്രസീത? കേട്ടില്ല. ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്താറുണ്ടോ? ഭക്ഷണം ഇല്ലാന്നേ, അങ്ങനെ ചൂടുള്ളത് തണുപ്പുള്ളത് പരമാവധി കഴിക്കാറില്ല. ചൂടുള്ളത് മാത്രം കഴിക്കുന്നൊന്നുമില്ല. നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കും. ഇതിങ്ങനെ നമ്മളെ ഭയങ്കര പാട്ടുകാരോട് ചോദിക്കണ പോലെ എന്നോട് ചോദിക്കില്ലേ? അയ്യോ, അപ്പൊ ഭയങ്കര പാട്ടുകാരിയല്ലേ? അതൊക്കെ പോട്ടെ. ഇതെന്തായി PhD എന്തായി നമ്മുടെ? PhD അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് തുടർന്ന് പോകാനായിട്ട് എഴുത്ത് തുടങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം അറിയാലോ, ഫീൽഡ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഫീൽഡ് ഇത്തിരി തിരക്കുണ്ട്. നമുക്ക് ഇതൊക്കെ ഒരു സമയമാണ്. കലാകാരന്മാരെ സംബന്ധിച്ച ഒരു സമയമാണ്. ആ സമയം കഴിഞ്ഞാൽ നമ്മൾ വഴി മാറി പുതിയ ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുവരെയുള്ള ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. PhD എപ്പോ വേണമെങ്കിലും ചെയ്യാലോ, എത്ര വയസ്സായാലും ചെയ്യാലോ. നമുക്ക് പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ടുകൂടെ. ഓണപ്പാട്ട് തന്നെ പോട്ടെ. പൊക്കോളൂ. ഏത് പാട്ടായാലും ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. യൂട്യൂബിൽ എന്റെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തൊരു പാട്ടുണ്ടോ, ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നടി കുഞ്ചി ഓണത്താറാടി വരുന്നേ, ജിങ്ക 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 ജിങ്ക, തുമ്പനെ കണ്ടോടി ഓന്റെ നിക്കറ് കണ്ടോടി, ഓലാം കൊട്ട പൊന്നെ ഇതുണ്ടാക്കിയ ചപ്പല് കണ്ടോടി, ഓന്റെ ചമ്മല് കണ്ടോടി, ജിങ്ക 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 ജിങ്ക. ആഹാ, അടിപൊളി. അപ്പൊ പ്രസീത, ഈ എല്ലാ പാട്ടുകൾക്കും ഒരേപോലെയുള്ള സ്നേഹവും അല്ലെങ്കിൽ എല്ലാ പാട്ട് പാടുമ്പോഴും അതുപോലുള്ള ഊർജ്ജം നമുക്കുണ്ട് എന്നറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഏതെങ്കിലും ഒരു പാട്ട് പാടുമ്പോൾ പ്രത്യേകമായ ഒരു സന്തോഷം അല്ലെങ്കിൽ കൂടുതൽ ഒരു എനർജി കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ടുണ്ടോ? മണിച്ചേട്ടന്റെ പാട്ടുകള് ഒരു സംശയമില്ല. എല്ലാവരും ആവശ്യപ്പെടുന്ന പാട്ടുകളും അതുപോലെ നമുക്ക് പാടുമ്പോൾ ഭയങ്കര എനർജി തോന്നുന്ന പാട്ടുകൾ മണിച്ചേട്ടന്റെ പാട്ടുകളാണ്. കാരണം ഞാൻ പറയട്ടെ, നമ്മൾ ഇവിടെ ജസ്റ്റ് പാടി തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് ഓഡിയൻസ് ഇളകി മറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ അത് മണിച്ചേട്ടനോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം. പിന്നെ മണിച്ചേട്ടന്റെ പാട്ടുകളുടെ പ്രത്യേകത, നമ്മൾ എങ്ങനെ പാടിയാലും അദ്ദേഹം പാടിയതിന്റെ ഒരു 10% പോലും നമ്മളെ കൊണ്ട് പാടിയെത്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിമർശനങ്ങൾ കുറെ പാട്ടുകാർക്ക്, ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ പോലുള്ള കുറെ പാട്ടുകാർക്ക് കേൾക്കാറുണ്ട്. കാരണം മണിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവയവം പോലെയാണ് ഓരോരുത്തർക്കും തോന്നാറുള്ളത്. അങ്ങനെ ഞാൻ പറയാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ, മനുഷ്യൻ, ഭയങ്കരമായിട്ട് ജനമനസ്സിൽ ഇടം നേടിയവൻ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമായിട്ടാണ് നമ്മളെ മണിച്ചേട്ടനെ കൊണ്ടുനടക്കണേ. അപ്പോ അദ്ദേഹം പാടിവെച്ച പാട്ടുകൾ പാടുമ്പോ ചെറിയൊരു പേടി ഉണ്ടാവാറുണ്ട്. പക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെയാണ് മറ്റു പാട്ടുകളെക്കാൾ കൂടുതലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്റെ മാത്രം അഭിപ്രായം. ആ ഒരു പറയുമ്പോ പ്രസീതയെ കുറിച്ച് പറയുമ്പോ നാടൻ പാട്ടിന്റെ കൂട്ടുകാരി എന്നുള്ളത് പറയുന്നതിന്റെ കൂടെ പറയും കലാഭവൻ മണിക്ക് ശേഷം മലയാളിയുടെ നാടൻ പാട്ടിന്റെ ശബ്ദം. അങ്ങനെ പറയുമ്പോ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എനർജി ഉണ്ട്. അതെങ്ങനെയാണ്? ഭഗവാന്റെ അനുഗ്രഹം. ഞാൻ വിഷ്ണുമായ ഭക്തയാണ്, മൂകാംബികമ്മ ഭക്തയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വിളിക്കുന്ന ദൈവങ്ങളുടെ ഒരു അനുഗ്രഹമായിരിക്കാം ചിലപ്പോ ഈ ഒരു പേരിങ്ങനെ. ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് എന്റെ നേരെ ഇരുന്ന് പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ കേൾക്കുമ്പോ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ മണിച്ചേട്ടന്റെ കൂടെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളായിട്ട് പങ്കുവെക്കാമോ? ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയുകയാണ്. ഹൈദരാബാദിലൊക്കെ പരിപാടി നടക്കുമ്പോഴേ എനിക്ക് കേരളത്തിനേക്കാൾ കൂടുതൽ പുറത്ത് പരിപാടി ചെയ്തേക്കണം. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങള്, അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് ചെയ്തേക്കണേ. മണിച്ചേട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്കും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുക്കില്ല. മണിച്ചേട്ടൻ ചെന്ന ഉടനെ ഞാൻ മണിച്ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ ആ സമയത്ത് മണിച്ചേട്ടന്റെ അതീവ കൂട്ടുകാരനാണ് നമ്മുടെ IM വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടന് പല പരിപാടികൾക്ക് ഉണ്ടാവാറുണ്ട്. അദ്ദേഹം കൂടെ കയറും ഞങ്ങളുടെ ഡാൻസ് കളിക്കാനൊക്കെ. വിജയൻ ചേട്ടന് കൂടെ കളിച്ചത്തിൽ എളുപ്പമല്ല. വിജയൻ ചേട്ടന് ഭയങ്കര പവറാണ്, പ്രത്യേകിച്ച് ഒരു പോലീസുകാരുടെ ഒരു എനർജി. എളുപ്പമല്ല സ്റ്റേജിൽ കളിച്ചെത്തല്. അപ്പോ മണിച്ചേട്ടൻ പറയും, അവിടെ MC ഉണ്ടെങ്കിൽ, ആങ്കർ ഉണ്ടെങ്കിൽ ആങ്കറോട് പറയും, ഇവളെ ഞാൻ അനൗൺസ് ചെയ്ത് കയറ്റിക്കോളാട്ടാ,
ഇവളെ നിങ്ങൾ വിളിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്നെ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടന്റെ പാട്ട് കഴിഞ്ഞ് കുറെ പാട്ട് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ ഉണ്ടാവുക. എന്നാലും തോളിക്കൂടെ കൈയിട്ട് കൊണ്ടുപോയിട്ടപ്പോ ഓർക്കുമ്പോ ഭയങ്കര ഒരു നഷ്ടബോധമാണ്. തോളിക്കൂടെ കൈയിട്ട് കൊണ്ടുപോയി സ്റ്റേജിന്റെ സെന്ററിൽ നിർത്തിയിട്ട് പറയും, എന്റെ നാട്ടുകാരിയാണ് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു റെയിലും ഇങ്ങനെ കയറ്റി തരും. പിന്നെ നമ്മളങ്ങനെ പോയാ മതി. ഒരു മിസ്സിംഗ് നമുക്കും ഫീൽ ചെയ്യുന്നു. നാടൻ പാട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പോകാതെ പറ്റില്ല. ഞാനും കേട്ടിട്ടുണ്ട് പ്രസിദ്ധ ഇത് ഒരുപാട് പറയുന്നത്. പക്ഷെ ആളുകൾക്ക് മണിച്ചേട്ടനെ കുറിച്ച്, കലാഭവൻ മണി എന്ന പാട്ടുകാരനെ കുറിച്ച്, അഭിനേതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരിക്കലും മടുക്കില്ല പ്രസിദ്ധ. അതെ 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 അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, അപ്പൊ മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ട് എത്ര കൊല്ലായി. മണിച്ചേട്ടൻ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ കണ്ണി മാങ്ങ പ്രായത്തിലൊക്കെ പാടി വെച്ചിട്ട് എത്ര കൊല്ലായി. പക്ഷെ അന്ന് മുതലേ നമ്മൾ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മണിയുടെ പാട്ട് പാടും, മണിയുടെ പാട്ട് വരും, മണിച്ചേട്ടന്റെ പാട്ട് പാടും, മണിച്ചേട്ടന്റെ പാട്ട് പാടും എന്നൊക്കെ പറയുമ്പോ നമ്മൾ കണ്ണിമാങ്ങ പ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ തുടങ്ങുമ്പോഴേക്കും വരുന്ന ഒരു ആരവുണ്ട്. അതായത് ഈ പാട്ടുകളൊക്കെ ഭയങ്കര ലൈഫുള്ള പാട്ടുകളാണല്ലോ. പാടി നിർത്തല്ലേ, അതായത് പാടി നിർത്തല്ലേ, രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടൂ പ്ലീസ്. ഈശ്വര എന്നാ പിന്നെ കണ്ണിമാങ്ങ പാടേണ്ട വേറെ മനുഷ്യനെ എനിക്ക് ഇഷ്ടമുള്ള ആലത്തുരമ്മായി മത്തി മുറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു പൂച്ച, ചാറ് തരാം പൂച്ചേ ചോറ് തരാം പൂച്ചേ, കത്തിവിട് പൂച്ചേ കാടാം പൂച്ചേ, തന്തിന താനാനെ താനാതെ നന്ദാനെ, തന്തിന താനാനെ താനിന്നാനേ, തന്തിന താനാനെ താനാതെ നന്ദാനെ, തന്തിന താനാനെ താനിന്നാനേ, ഉച്ചക്ക് ചോറുണ്ണാൻ ആള് വരും പൂച്ചേ, തല്ല് കൊള്ളിക്കല്ലേ കാടാം പൂച്ചേ, മൂക്കറ്റ കള്ള കുടിച്ച് വരും നേരം നോക്കിയാലും ഇന്ത്യാലും കുറ്റ പൂച്ചേ. ചില കെട്ടിയമാർക്കും പൂച്ചയ്ക്കും ഒക്കെ ഉള്ളൊരു അടിയാണത്. ഈ ഒരുപാട് രാഷ്ട്രീയം കൂടി പറഞ്ഞു വെക്കുന്നതാണ് നാടൻ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രസീത സൂചിപ്പിച്ച ഒരു കാര്യം ഈ പറഞ്ഞപ്പോഴാണ് അത് ഓർത്തത് തന്നെ. പ്രസീത, ഈ നാടൻ പാട്ട് ആ ഒരു കരിയറിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ചെറുപ്പം മുതൽ നാടൻ പാട്ടുകളോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നോ? നാടൻ പാട്ടുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ല, എന്നെ പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളനിയില്, പുലയ സമുദായത്തിന്റെ കോളനിയിൽ, കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് ചാലക്കുടിന്ന് അതിരപ്പള്ളിക്ക് പോണ വഴിക്ക് ഡ്രീം വേൾഡ് പാർക്ക് കഴിഞ്ഞാലുള്ള ഒരു സ്പോട്ടാണ്. ആ കോളനിയിൽ ഒരു 300 പുലയ കുടുംബങ്ങളുടെ ഇടയിലുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അപ്പൊ എന്റെ നാട്ടിൽ മൊത്തം പരമാവധി വീട്ടിലും പാട്ട് പാടുന്ന ആളുകൾ തന്നെയാ കൂടുതല്. ബാക്കി ഡാൻസ് കളിക്കുന്ന, മിമിക്രി ചെയ്യുന്ന കുറെ പിള്ളേരുകൾ ഉണ്ടെങ്കിൽ പോലും പാട്ടുകാരാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ. അപ്പൊ ചെറുപ്പം മുതലേ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് താലിയും കൊട്ടും കളിയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ എടത്തരക്കാവ് ക്ഷേത്രത്തിലേക്ക് പണ്ട് അമ്മയ്ക്ക് താലി കൊണ്ടുപോകാറുണ്ട് ദേവിക്ക്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പ്രതീക്ഷിച്ച് അവിടെ നിന്ന് ആവാഹിച്ച് കൊണ്ടുവന്ന് നമുക്കൊരു അമ്പലം ഉണ്ടാക്കി. പക്ഷെ ഇപ്പോഴും കൊണ്ടുപോക്കിനെ കുറവൊന്നുമില്ല, താലി ഇപ്പോഴും കൊണ്ടുപോകാറുണ്ട്. അവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാവരും പണി കയറി വന്ന ഏതെങ്കിലും ഒരു അത്യാവശ്യം സ്പേസ് ഉള്ള മുറ്റുള്ള ഏതെങ്കിലും ഒരു വീടിന്റെ മുന്നിൽ കൂടും. അങ്ങനെ നേരം വെളുക്കുന്നവരവിടെ കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചും ഭക്ഷണം കഴിച്ചും അങ്ങനെയൊക്കെ കുഞ്ഞു കുട്ടി എല്ലാവരും ആബാലവൃദ്ധം ജനങ്ങൾ ചേർന്ന് നാടൻ പാട്ട് പാടിക്കൊണ്ട് ചെണ്ടയും മരവും വായിച്ച്, മരമല്ല, പറയ സമുദായത്തിന്റെയാണ് മരം. നമ്മള് കൊലേ സമുദായത്തിന് തുടിയും ബേസ്, അതായത് വലന്തലയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ചെണ്ടയും വലന്തലയൊക്കെ മേടിച്ചു കൊണ്ട് വാടകയ്ക്ക് എടുത്തു കൊടുത്തിട്ട് ഞങ്ങളുടെ എല്ലാ കാരണന്മാരും പാടും, പെണ്ണുങ്ങളും പാടും. മെയിനായിട്ടും പെണ്ണുങ്ങൾ അവിടെ ചെയ്യണത്, കൊച്ചുകുട്ടികൾ അടക്കമുള്ള സ്ത്രീജനങ്ങൾ ചെയ്യണത് മുടിയാടാന്നുള്ളതാണ്. മുടിയാടി തളർന്ന് ആ രാത്രി കിടന്നുറങ്ങും. പിറ്റേ ദിവസം വീണ്ടും നേരം വെളുത്തിട്ട് പണിക്ക് പോകണു, വൈകുന്നേരം ആകുമ്പോൾ വരുന്നു. അങ്ങനെ ഒരു 7 ദിവസം നിർത്താതെ കൊട്ടുംകളിയും പാട്ടുകളും നാടാണ് എന്റെ. അപ്പൊ അത് കാരണം ഞാൻ ജനിച്ചു വീഴുന്നതേ നാടൻ പാട്ടുകളിലേക്കാണ്. പിന്നെ ജീവനോപാധിയായിട്ട് അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോഴേക്കും ഞാൻ 8ാം ക്ലാസ് മുതലേ സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് പണിയെടുത്ത് ജീവിച്ച ഒരാളാണ്. ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്റെ പഠനത്തിലുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കിയായിരുന്നു. +2 ഒക്കെ വരുമ്പോഴേക്കും ഞാൻ ട്യൂഷൻ എടുത്തായിരുന്നു. ഡിഗ്രിക്ക് തൃശ്ശൂർ ചേർന്നപ്പോ പിന്നെ വേറെ പണിയില്ല. അങ്ങനെ ഒരു പണിക്ക് വേണ്ടി നാടോടി നാടകങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട്, അമേച്ചൂർ നാടകങ്ങൾ കളിക്കാൻ വേണ്ടി ജനനയന തൃശ്ശൂർ എന്നാണ് ടീമിൽ ചേരുണ്ടായത്. അവിടെ ചെന്ന് കയറുമ്പോഴാണ് നിന്നെ കാണാൻ എന്നെക്കാളും കിട്ടുന്നു, ആ പാട്ട് കയറി വൈറലാകുന്നു. അങ്ങനെയാണ് പിന്നെ പാട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ആക്സിഡന്റലി നാടൻ പാട്ട് ജീവനോപാധിയായിട്ട് തെരഞ്ഞെടുക്കേണ്ടി വന്നതാണ്. പക്ഷെ പിന്നീട് അതെന്റെ ഒരു ജീവനായി മാറുന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും അങ്ങനെ ജീവനോപാധിയായി മാറിയതിൽ ഞങ്ങൾക്ക് കുറച്ച് നല്ലൊരു പാട്ടുകാരിയെ കിട്ടി, കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റി. പ്രസീത, ഈ നമ്മൾ പോസിറ്റിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ നെഗറ്റിവിറ്റി മറച്ചു വെക്കാൻ പറ്റില്ല. ഒരുപാട് പേര് ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പ്രസീതയുടെ പ്രോഗ്രാമിലെ കമന്റുകളുടെ താഴെ നമ്മൾ വായിക്കുമ്പോൾ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടോ അത്രയും ഇല്ല എങ്കിൽ പോലും കുറെ ആളുകൾ ഇങ്ങനെ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനെയൊക്കെ എങ്ങനെ കാണുന്നത്?
അതിനെ നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ കണ്ണു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോകാനുള്ള വഴിക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. എന്ത് ഹേറ്റേഴ്സ് വന്നിട്ടും കാര്യമില്ലെന്നേ. കാരണം ഞാൻ 10-17 വയസ്സിൽ തുടങ്ങിയതാണ് ഈ കുഞ്ഞു കയ്യിൽ കുത്താനായിട്ട്. 10-17 വയസ്സിൽ ഇതിലധികം കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. ആ സമയത്ത് ഞാൻ അതിനെ തരണം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വരണതൊന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. കാരണം അന്ന് എന്റെ കൂടെ ആരുമില്ല. എന്റെ ജനനദിന തൃശ്ശൂരിൽ ഞാൻ ചേർന്ന സമയത്ത് എന്റെ മനുവേട്ടനും എന്റെ മാഷും അടങ്ങുന്ന ഒരു 10-16 എണ്ണം എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോ ഈ കലാരംഗത്തേക്ക് ഇറങ്ങുമ്പോ ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തരണം ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എന്റെ മനുവേട്ടൻ മാത്രമല്ല, എന്റെ ടീം പതി ഫോക്ക് ബാൻഡ് മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എന്റെ ചുറ്റും നിൽക്കുമ്പോ ഈ വിരലിൽ ഉണ്ടാവുന്ന ഈ ഉറുമ്പുകളെ നമുക്ക് കാണാതെ വെക്കലുണ്ട്. ചവിട്ടി ഞെരിച്ച് കളയൊന്നുമില്ല. അവരവിടെ ഇരിക്കട്ടെ, അവരവരെ പണി ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. കാരണം നിങ്ങൾക്കാണെങ്കിൽ, നിങ്ങൾ രണ്ടുപേര് പറഞ്ഞു നേരത്തെ, ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞു അല്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്ക് പണിയുള്ളതുകൊണ്ടാണ്. നമുക്ക് പണിയെടുക്കണം, നമ്മുടെ കുടുംബം നോക്കണം എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ടാണ്. എനിക്കും അതെ, ഈ മൊബൈലിൽ ഇരുന്നിട്ട് വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തട്ടി കളയുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോസ് വരാറില്ല. വന്നാൽ തന്നെ ഞാൻ ഈ വിരലോട് ഇങ്ങനെ തട്ടുള്ളൂ. ഇഷ്ടപ്പെട്ട ചെയ്യുന്ന ഒരേ ഒരു സെക്കൻഡ് എടുത്ത് ചെയ്യുന്നത് ലൈക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് മെനക്കെട്ട് നമ്മള് ബാഡ് കമന്റ് അടിക്കാനോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സിന് പോലും നമുക്ക് സമയം കിട്ടാറുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ തിരക്കുണ്ട് നമ്മുടെ ജീവിതത്തില്. യാതൊരു പണിയില്ല, ജോലിയില്ല, തിരക്കില്ലാണ്ട് കുത്തിരുന്നിട്ട് എന്തൊക്കെയോ എഴുതുന്ന ആളുകളുടെ പിന്നാലെ നമ്മൾ എന്തിനാ പോണത്? അതൊന്ന്. വേറൊരു കാര്യം പറയാനുള്ളത്, വിമർശനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഒരാള് നമ്മളെ കുറ്റം പറഞ്ഞാൽ പോയി പണിയാക്കട്ടെ പുല്ല് എന്ന് വിചാരിക്കാം. പക്ഷെ ഇതല്ല. കുറെ പേര് ഒരുമിച്ച് പറയണ്ടെങ്കിൽ നമ്മളെ അവരെന്താണ് പറയണേന്നുള്ളത് നമ്മൾ കൃത്യമായി ഒബ്സർവ് ചെയ്യണം. നമ്മുടെ പേരിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോന്ന് നമ്മൾ തിരുത്തുകയും വേണം. പക്ഷെ ഈ പറയണതൊന്നും അവര് നമ്മുടെ കുറവുകളെ ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കല്ല ചെയ്യണത്. അവർക്ക് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ള പോലെ നമ്മളോട് തീർക്കുകയാണ്. കുറെ അവരുടെ വീട്ടിലെ അമ്മേനെയും പെങ്ങന്മാരെയൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ചില വാക്കുകൾ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ ചേർത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അവരെ അമ്മയായി പെണ്ണായി അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവരത് തുറന്നുകൊണ്ടേയിരിക്കട്ടെ, നമുക്ക് എന്ത് പ്രശ്നം? അത്രേ ഉള്ളൂ. ശരി, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു ദിവസമായിരുന്നു. ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഇതുപോലെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയതിൽ ഞങ്ങൾ വലിയ സന്തോഷം. ഒരുപാട് പരിപാടികൾ കിട്ടട്ടെ, ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ, PhD വേഗം തീർക്കാൻ കഴിയട്ടെ. ഡോക്ടർ പ്രസീത എന്ന് ഞങ്ങൾക്ക് പറയാൻ വേഗം പറ്റട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ ഷോകളിൽ കാണാം. ഒരുപാട് നന്ദി പ്രസീത. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ന്യൂസ് 18 മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും, അതായത് കുറെ ആൾക്കാരുണ്ട്, വലിയ കുടുംബമാണ്, എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. എന്നെ നമ്മുടെ ഈ ഒരു നിമിഷത്തിൽ എന്നെ കൂടി നിങ്ങൾ ഓർത്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ന്യൂസ് 18 കേരളം ആൻഡ് ന്യൂസ് 18 കേരളത്തിന്റെ പ്രേക്ഷകർ. താങ്ക് യു. ഓക്കെ പ്രസീത. എന്തായാലും തൃക്കേട്ടയായിട്ട് ഓണം വൈബിലേക്ക് കടക്കുമ്പോൾ ഇത്രത്തോളം വൈബ്രന്റ് ആയ മറ്റൊരു അതിഥിയെ നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിക്കാനില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രസീത ചാലക്കുടിയാണ് നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും വേഗം എത്താം ഇടവേളയ്ക്ക് ശേഷം. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ നിർദ്ദേശം. സ്വകാര്യതയുടെ പേര് പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാരിന് കോടതിയിൽ നിന്നേറ്റത് വൻ തിരിച്ചടി. സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്ന നിഷ്ക്രിയത്വം എന്ന ഹൈക്കോടതി പരാമർശത്തിന് മറുപടി നൽകേണ്ടി വരും. റിപ്പോർട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ മന്ത്രി സജി ചെറിയാൻ ഇനി എന്തു പറയും? മുന്നണിയിൽ നിന്ന് പോലും ചോദ്യമുണ്ടായിട്ടും ADGP വിഷയത്തിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ADGP RSS കൂടിക്കാഴ്ച എന്തിനെന്നറിയാൻ അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം. ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ്? അതറിയാൻ അവകാശമുണ്ട്. CPM നേതാക്കളുടെ RSS അനുകൂല പ്രസ്താവനയിലും CPIക്ക് അമർഷം. സ്പീക്കറുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം. പ്രസ്താവന പിൻവലിക്കണമെന്ന് AIYF. സംഘപരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ജയിക്കാനുള്ളത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കാൻ ശ്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപ.
തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ സമയോചിതമായ ഇടപെടലിൽ. ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തൊരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്നൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറൊന്നും മിണ്ടുന്നില്ല, സാർ എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയിലുള്ളത് ഡൽഹി എയിംസിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്ന് CPM വാർത്താക്കുറിപ്പ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ഇംഫാലിൽ കർഫ്യൂ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സംശയം. കുനൂരിൽ വെച്ച് ഫോൺ ഓണായി. ഒരു തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബം. വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം പൊളിച്ച് ഹൈക്കോടതി. കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും 4 വർഷം കണ്ണടച്ചിരുന്നോ എന്ന് കോടതി. അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സമെന്തെന്ന് ചോദ്യം. കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരമില്ലെന്ന് മുടന്തൻ ന്യായം ഉന്നയിച്ച് സർക്കാർ. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ നിർദ്ദേശം. സ്വകാര്യതയുടെ പേര് പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാരിന് കോടതിയിൽ നിന്നേറ്റത് വൻ തിരിച്ചടി. സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്ന നിഷ്ക്രിയത്വം എന്ന ഹൈക്കോടതി പരാമർശത്തിന് മറുപടി നൽകേണ്ടി വരും. റിപ്പോർട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ മന്ത്രി സജി ചെറിയാൻ ഇനി എന്തു പറയും? മുന്നണിയിൽ നിന്ന് പോലും ചോദ്യമുണ്ടായിട്ടും ADGP വിഷയത്തിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ADGP RSS കൂടിക്കാഴ്ച എന്തിനെന്നറിയാൻ അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം. ക്രമസമാധാന ചുമതല ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. CPM നേതാക്കളുടെ RSS അനുകൂല പ്രസ്താവനയിലും CPIക്ക് അമർഷം. സ്പീക്കറുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം. പ്രസ്താവന പിൻവലിക്കണമെന്ന് AIYF. സംഘപരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ജയിക്കാനുള്ള കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കാൻ ശ്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 2 ലക്ഷം. യെസ് മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ മടങ്ങി എത്തുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് നോക്കണം അല്ലേ അശ്വതി? ഓണവാർത്തകൾ മാത്രം പോരാ. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയിരിക്കുകയാണ്. അതേസമയം രാഹുൽ അമേരിക്കയിൽ നടത്തിയ സിഖ് പരാമർശത്തിൽ വിവാദം കനക്കുകയാണ്. മറ്റൊരു വാർത്ത, വോട്ടെടുപ്പിന് മുമ്പേ ജനമനസ് പിടിക്കാൻ സംവാദ മുഖത്ത് കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും സജീവമാണ്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കെ ആദ്യമായാണ് ഇരുവരും മുഖാമുഖം സംവാദത്തിന് വരുന്നത്. ഡോക്ടർ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് സജിമോൻ ആന്റണി. 2 പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ സിഖ് പരാമർശം, അതിൽ വിവാദം അവിടെ കനക്കുകയാണ്. ആദ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ന്യൂസ് എയ്റ്റീന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. അമേരിക്കയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ 3 സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുകയുണ്ടായി, ചെറിയൊരു വിവാദത്തോടു കൂടി. എന്നാൽ അതിനകത്ത് എന്തുമാത്രം വിവാദമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പേഴ്സണലി അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ഇന്നലെ വാഷിംഗ്ടൺ DC അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിന് മുമ്പ് ഡള്ളസ് ടെക്സസിലെ ഏകദേശം ഒരു 6000 ആൾക്കാരുടെ ഒരു വമ്പിച്ച ജനാവലിയെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുകയുണ്ടായി സാറ്റർഡേയിൽ. അതിനുശേഷമാണ് മൺഡേയിൽ വാഷിംഗ്ടണിൽ വിസിറ്റ് വരികയും വാഷിംഗ്ടണിൽ ആദ്യം അദ്ദേഹം ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസുമായിട്ട് ഒരു പ്രതിവാദം നടത്തുകയും അത് ചർച്ച നടത്തുകയും അതിനുശേഷം അമേരിക്കയിലെ സെനറ്റിലെ
സമോസ കോക്കസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഒറിജിൻ സെനറ്റർമാരെയും അല്ലെങ്കിൽ US പ്രതിനിധികളെയും അവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷമായിരുന്നു വാഷിംഗ്ടൺ DC-യിലെ മറ്റൊരു സെമി പ്രൈവറ്റ് മീറ്റിംഗിലേക്ക് അദ്ദേഹം വന്നത്. ആ മീറ്റിംഗിലായിരുന്നു എനിക്കും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഇതിനകത്ത് ഈ പറയുന്ന ഒരു കോൺട്രവേഴ്സി, അദ്ദേഹത്തിന്റെ സ്പീച്ചിനകത്ത് രാഹുലിന്റെ ഇന്ത്യയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഐഡിയോളജിയും BJP RSSന്റെ ഐഡിയോളജിയും എങ്ങനെ വ്യത്യസ്തമാണ് എന്നതിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനുമായിട്ടും. അദ്ദേഹം മോദിയുടെ 56 ഇഞ്ചിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ കളിയാക്കുകയും അതോടൊപ്പം മോദിയുടെ ഐഡിയോളജി ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു മതത്തെ ഊന്നിയാണ്. എന്നാൽ ഇന്ത്യയുടെ പ്ലൂറാലിറ്റി അല്ലെങ്കിൽ ആ ഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ലാംഗ്വേജ് ആണ്, ഒരു യൂണിയൻ ഓഫ് ആ ഒരു സംസ്കാരമാണ്. അത് തന്നെയാണ് അമേരിക്കയും ഇന്ത്യയുടെയും ഡെമോക്രസിയുടെ ഒരു സാദൃശ്യമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠിതം. അദ്ദേഹം പറഞ്ഞത് സിഖുകാരെ പറ്റിയുള്ള ഒരു പരാമർശം നടത്തിയത് ഒരു ഉദാഹരണം പറയുകയായിരുന്നു. ഈ സിഖുകാർക്ക് ടർബൻ വേണോ വേണ്ടയോ എന്ന് നാളെ ഗവൺമെന്റ് തീരുമാനിക്കുമോ, തമിഴിയൻസിന് തമിഴ് സംസാരിക്കാൻ പറ്റുമോ എന്ന് നാളെ ഗവൺമെന്റ് പറയുകയോ, അല്ലെങ്കിൽ ഹിന്ദി മാത്രമേ പറയാൻ പറ്റുകയോ ഉള്ളൂ എന്ന് പറയുകയോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷിക്കണമെന്ന് പറയാൻ പറ്റുകയോ, അല്ലെങ്കിൽ ഏത് റിലീജിയനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നമ്മുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി ഗവൺമെന്റ് അല്ലെങ്കിൽ RSS ഒരു BJPയുടെ മുഖ്യധാരയിൽ അതിൽ അധിഷ്ഠിതമായി ചെയ്യാൻ പറ്റുകയുള്ളോ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ജനങ്ങളിലേക്ക് ത്രോ ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മജോറിറ്റി ആൾക്കാരും അദ്ദേഹം പറഞ്ഞതിനോട് അംഗീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു ഓഡിയൻസിനകത്ത് മലയാളിയായ ഞാനും ഉണ്ടായിരുന്നു, തമിഴ്നാടുകാരുകാർ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഗുജറാത്തികൾ, പഞ്ചാബികൾ, ഹരിയാന, ഡൽഹി, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള എല്ലാ സംസ്ഥാനത്തുമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരാരും അതിനകത്തൊരു പ്രതിവാദം ഞാൻ കണ്ടില്ല. എന്നാൽ ഇന്ന് വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് ഇന്ത്യൻ മീഡിയ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊരു കോൺട്രവേഴ്സി ആയിട്ട് കണ്ടു, അങ്ങനെ പരാമർശിക്കുന്നത് കണ്ടു, അതിനെ പലരും ട്വിസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് ആ ഒരു പ്രസംഗം മുഴുവൻ കേട്ടോ എന്നൊരു വ്യക്തി എന്ന നിലയിൽ അതിന് പ്രത്യേകിച്ചൊരു കോൺട്രവേഴ്സി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സജ്മോൻ, ഒപ്പം അതെ, താങ്കൾ അങ്ങനെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെ നിർണായകമാണ്. അത് നേരിട്ട് കേട്ടുകൊണ്ടിരുന്ന ആൾക്ക് അതൊരു കോൺട്രവേഴ്സി ആയിട്ട് തോന്നിയില്ല. പക്ഷെ അത് താങ്കൾ പുറത്തിറങ്ങി വന്ന ചാനലുകൾ നോക്കുമ്പോൾ അത് കോൺട്രവേഴ്സിയാണ്. അതാണ് വാർത്ത എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു തലവും അത് തന്നെയാണ്. സജ്മോൻ, ഒപ്പം ട്രംപിന്റെയും കമലാ ഹാരിസിന്റെയും നേർക്കുനേറുള്ള ഏറ്റുമുട്ടൽ, അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? പ്രധാന പോയിന്റുകളൊക്കെ എന്തൊക്കെയായിരുന്നു അവരുടെ? അമേരിക്കൻ പൊളിറ്റിക്സ് വലിയൊരു വഴിത്തിരിവിലേക്കാണ്. ഹിസ്റ്റോറിക് ഡിബേറ്റ് ഇപ്പം വളരെ ചൂടേറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമേരിക്കയിൽ. അത് കമലാ ഹാരിസും പ്രസിഡന്റ് ബൈഡനും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റ് വളരെ ഹോട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ആക്ച്വലി കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച തന്നെ നടക്കുന്നത്. അവർ ആദ്യമായിട്ടാണ് കാണുന്നതാണ് പറയപ്പെടുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, കഴിഞ്ഞ ഡിബേറ്റിലായിരുന്നു പ്രസിഡന്റ് ബൈഡന് വളരെ വൻ പരാജയത്തോടു കൂടി അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ഒരു ഡിബേറ്റ് ആയിരുന്നു. അതിനു മുമ്പ് വരെ അവർ രണ്ടുപേരും കട്ടയ്ക്കാണ് എന്നുള്ളൊരു പ്രവചനമായിരുന്നു മീഡിയകളും ഇവിടെയുള്ള അമേരിക്കൻ ജനതയും ഒന്നടങ്കം പറഞ്ഞിരുന്നത്. അതിനുശേഷം ആ റേസ് വേറൊരു ദിശയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. കമലാ ഹാരിസ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഏഷ്യൻ ഒറിജിൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒറിജിൻ, ആ ഒരു പല രീതിയിലുള്ള നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ആ ഒരു സെനറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് വൈസ് പ്രസിഡന്റ് ഈ ഒരു മത്സരത്തിലേക്ക് കയറി വരികയും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയൊരു പുത്തൻ ഉണർവ് കൊടുക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം 2-3 പോയിന്റിന് ബൈഡനെ തോപ്പിക്കും അല്ലെങ്കിൽ ട്രംപ് മിന്നലായിരുന്നുവെങ്കിൽ ആ ഒരു കഴിഞ്ഞ 1-2 ആഴ്ചകളിലായിട്ട് കമലാ ഹാരിസ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിന് മുന്നേറുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഓവർ എക്സൈറ്റഡ് ആയി പറയരുത്. കാരണം 2 അല്ലെങ്കിൽ 3 പോയിന്റിന് കമലാ ഹാരിസ് ഡൊണാൾഡ് ട്രംപിനേക്കാളും മുന്നേറുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഈ ഡിബേറ്റിലേക്ക് അടുക്കും തോറും രണ്ടുപേർക്കും 50-50 അല്ലെ 49-51 അങ്ങനെയുള്ള രീതിയിൽ ഒരു കട്ടക്കുള്ള ഒരു പോരാട്ടമായിരുന്നു. ഈ ഡിബേറ്റിന് ഒത്തിരിയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാനമായും ഇമിഗ്രേഷൻ ആണ് സബ്ജക്റ്റ് ആണ് ട്രംപ് റേസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കമലാ ഹാരിസ് പ്രൊജക്ട് 25നെ പറ്റിയും അബോർഷനെ പറ്റിയും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും ഇക്കണോമിയെ പറ്റിയുമുള്ള കാര്യങ്ങളാണ് കമലാ ഹാരിസ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതുവരെ ശ്രദ്ധിച്ചതിൽ നിന്നുള്ള എന്റെ ഒരു വിശകലനം എന്ന് പറയുകയാണെങ്കിൽ കമലാ ഹാരിസ് വളരെ സ്മാർട്ടായിട്ട് ട്രംപിന്റെ എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി കൊടുത്തു. റിപ്പോർട്ടഡ് ചോദ്യങ്ങൾക്ക് വളരെ പ്ലസന്റബിൾ ആയിട്ട് കൊടുത്തു. നല്ല ഐ കോൺടാക്റ്റും ഷാർപ്പായിട്ടുള്ള ആൻസറും കൊടുക്കുന്നുണ്ട്. അതിൽ വലിയ അതിശോക്തിയുമില്ല. കാരണം കമലാ ഹാരിസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ പ്രോസിക്യൂട്ടർ ജോബിൽ തിളങ്ങിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഷാർപ്പ് ഷൂട്ടായിട്ട്
നല്ല ആൻസറുകൾ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മണിമണിയായിട്ട് ആൻസറുകൾ പറയാനായിട്ട് വളരെ മിടുക്കിയായിട്ടാണ് മുന്നേറുന്നത് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും. ട്രംപിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ട്രംപ് ആ ഒരു പതിവ് ശൈലിയിൽ തന്നെയാണ് ഇച്ചിരി ഒരു ഡീഫൈൻ ഫേസും ഇച്ചിരി ഒരു അരോഗൻ ഫേസുമാണ് അദ്ദേഹം കാണിക്കുന്നത്. എന്നാൽ പതിവ് നുണങ്ങൾ, ഇലക്ഷൻ ജയിച്ച തോറ്റ കാര്യങ്ങളൊന്നും അതൊന്നും സംബന്ധിക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ ചോദിച്ചു, കഴിഞ്ഞ 20ന്റെ ഇലക്ഷനിൽ താങ്കൾ കൺസീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതിനെ കൺസീഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ഡയറക്റ്റ് ആൻസർ പറയാതെ ആ ചോദ്യത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ പല പോയിന്റുകളും സംസാരിക്കുമ്പോൾ ഇമിഗ്രേഷൻ പോയിന്റുകളും അഫ്ഗാൻ പോളിസിയുടെ ഫെയിലിയറുകളും ഫോറിൻ പോളിസിയുടെ ഫെയിലിയറുകളും ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു ലെവലിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ. ശ്രീ സജിമോൻ ആന്റണി, ഓണം വരികയാണ്, അഡ്വാൻസ് ഹാപ്പി ഓണം. അതെ, താങ്ക് യു, എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ സജിമോൻ ആന്റണി. എന്തായാലും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാർത്തകളാണ് നമ്മൾ പരിശോധിച്ചത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ സമയോചിതമായ ഇടപെടലിൽ. ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തൊരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്നൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, ബോംബെ ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറൊന്നും മിണ്ടുന്നില്ല, സാറ് എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയിലുള്ളത് ഡൽഹി എയിംസിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്ന് CPM വാർത്താക്കുറിപ്പ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ഇംഫാലിൽ കർഫ്യൂ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സംശയം. കുനൂരിൽ വെച്ച് ഫോൺ ഓണായി. ഒരു തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബം. വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ലെന്ന സർക്കാരിന്റെ വാദം പൊളിച്ച് ഹൈക്കോടതി. കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും 4 വർഷം കണ്ണടച്ചിരുന്നോ എന്ന് കോടതി. അന്വേഷിച്ച് കണ്ടെത്താൻ തടസ്സമെന്തെന്ന് ചോദ്യം. കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരമില്ലെന്ന് മുടന്തൻ ന്യായം ഉന്നയിച്ച് സർക്കാർ. റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ നിർദ്ദേശം. സ്വകാര്യതയുടെ പേര് പറഞ്ഞ് റിപ്പോർട്ട് പൂഴ്ത്തിയ സർക്കാരിന് കോടതിയിൽ നിന്നേറ്റത് വൻ തിരിച്ചടി. സർക്കാരിന്റേത് ഞെട്ടിപ്പിക്കുന്ന നിഷ്ക്രിയത്വം എന്ന ഹൈക്കോടതി പരാമർശത്തിന് മറുപടി നൽകേണ്ടി വരും. റിപ്പോർട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയ മന്ത്രി സജി ചെറിയാൻ ഇനി എന്തു പറയും? മുന്നണിയിൽ നിന്ന് പോലും ചോദ്യമുണ്ടായിട്ടും ADGP വിഷയത്തിൽ മൗനം തുടർന്ന് മുഖ്യമന്ത്രി. ADGP RSS കൂടിക്കാഴ്ച എന്തിനെന്നറിയാൻ അവകാശമുണ്ടെന്ന് ബിനോയ് വിശ്വം. ADGP ഊഴം വെച്ച് RSSന്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. CPM നേതാക്കളുടെ RSS അനുകൂല പ്രസ്താവനയിലും CPIക്ക് അമർഷം. സ്പീക്കറുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം. പ്രസ്താവന പിൻവലിക്കണമെന്ന് AIYF. സംഘപരിവാറിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ജയിക്കാനുള്ളത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് കേരളത്തിന് ഒന്നും ലഭിക്കാത്ത ബജറ്റായിട്ടാണ് മാറിയത്. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം കൈക്കലാക്കാൻ ശ്രമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണെന്ന് ഭീഷണിപ്പെടുത്തി ആവശ്യപ്പെട്ടത് 2 ലക്ഷം രൂപ. തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് ഫെഡറൽ ബാങ്ക് മാനേജറുടെ സമയോചിതമായ ഇടപെടലിൽ.
ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തെ ഒരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്നൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറൊന്നും മിണ്ടുന്നില്ല, സാറ് എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്. സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരം. ശ്വാസകോശ അണുബാധയ്ക്ക് ചികിത്സയിലുള്ളത് ഡൽഹി എയിംസിൽ. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണെന്ന് CPM വാർത്താക്കുറിപ്പ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ഇംഫാലിൽ കർഫ്യൂ. വിവാഹത്തിന് 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് ഊട്ടിയിലെന്ന് സംശയം. കുനൂരിൽ വെച്ച് ഫോൺ ഓണായി. ഒരു തവണ ഫോൺ എടുത്തുവെന്ന് കുടുംബം. വിഷ്ണുജിത്ത് വീട്ടിൽ നിന്ന് പോയത് വിവാഹത്തിന് പണം സംഘടിപ്പിക്കാനെന്ന് പറഞ്ഞ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ഇനി ദേശീയ വാർത്തകളാണ് നോക്കാൻ പോകുന്നത് അല്ലേ? അതെ, ഐഷത്തുൽ ഷംന ചേരുന്നു ദേശീയ വാർത്തകളുമായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ രണ്ടുപേരും നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവ് ഒരുപോലെ അപ്പൊ എന്താണ് ദേശീയ തലത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ദേശീയ വാർത്തകൾ അത്ര സുഖമുള്ള വാർത്തകളല്ല. ആദ്യം നോക്കേണ്ടത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സംഘർഷം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ സംഘർഷത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ഇന്നും സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കുക. 3 ജില്ലകളിൽ ഇന്ന് കർഫ്യൂ ആണ്, നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 5 ജില്ലകളിൽ ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതാണ് മണിപ്പൂരിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. സർക്കാരിന്റെ ഉപദേഷ്ടാവിനെയും DGPയെയും മാറ്റണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്നലെ മാർച്ച് നടന്നിരുന്നു രാജ്ഭവനിലേക്ക്. അവിടെയാണ് ആ മാർച്ചിനെ പോലീസ് തടയാൻ ശ്രമിക്കുകയും പിന്നീടാണ് ആ ഒരു സംഘർഷം കൂടുതൽ രൂക്ഷമായത്. അതാണ് മണിപ്പൂരിന്റെ ഒരു അവസ്ഥ. ഒപ്പം തന്നെ കോളേജുകൾക്കൊക്കെ മണിപ്പൂരിൽ അവധിയാണ്, ഇന്നും നാളെയൊക്കെ അവധിയാണ്. അടുത്തതായി കൊൽക്കത്തയാണ് പറയാനുള്ളത്. യുവ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് കൊൽക്കത്തയിൽ കഴിഞ്ഞ കുറെ ബംഗാളിലൊക്കെ വ്യാപകമായ പ്രതിഷേധമാണ്. പ്രതിഷേധം അവസാനിപ്പിച്ച് ഇന്നലെ ഡ്യൂട്ടിക്ക് കയറണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് യുവ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമരം ബംഗാളിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ആവശ്യപ്പെട്ട അതൊന്നും നടപ്പാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നീതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും സമരം നടക്കുന്നത്. ഒപ്പം തന്നെ സർക്കാരുമായി നടക്കേണ്ടിയിരുന്ന ചർച്ച, മമതാ ബാനർജിയുമായി സമരക്കാർ 10 പേര് ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ സെക്രട്ടറി ഡയറക്ടറൊക്കെ മെയിൽ അയച്ചിരുന്നു. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ തങ്ങൾ രാജിവെക്കണമെന്ന് ഈ ആരോഗ്യ സെക്രട്ടറിയും ഡയറക്ടറും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഈ സമരം നടക്കുന്നത്. എന്നാൽ തങ്ങൾ രാജി ആവശ്യപ്പെട്ടവർ തന്നെ ഈ ക്ഷണിച്ചുകൊണ്ട്, ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള അത് തങ്ങളെ അപമാനിക്കുന്ന തരത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. അതാണ് കൊൽക്കത്തയിലെ അവസ്ഥ. പിന്നെ സീതാറാം യെച്ചൂരി നമുക്കറിയാം, CPM ജനറൽ സെക്രട്ടറി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ശ്വാസകോശ അണുബാധയെ തുടർന്നായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 19 ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അത് നില ഗുരുതരമായി തന്നെ ലാസ്റ്റ് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ എന്താണ് പറയുന്നത്? അതീവ ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് യെച്ചൂരിയുടേത്. അതാണ് ദേശീയ തലത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. അതൊക്കെയാണ്. അപ്പോൾ ഷംനയാണ് ദേശീയ വാർത്തകളുടെ വിശദാംശങ്ങൾ. പോലെ നമുക്കിനി സ്പെഷ്യൽ ഡേയുടെ സമയമാണ്, അതും കൂടി വായിച്ചിട്ട് നമുക്ക് പോവാം. നമ്മുടെ പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്പെഷ്യൽ ഡേയിൽ ഇന്ന് നമുക്കൊപ്പം പ്രേക്ഷകരിൽ നിന്ന് അതിഥിയായി ചേരുന്നത് അഖിൽ ബാബു ആണ് അല്ലേ? അതെ, അഖിൽ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷം? ബർത്ത്ഡേ ആഘോഷം വലുതായിട്ടൊന്നും ആഘോഷമില്ല, എന്നാലും നമ്മളിപ്പോ ആഘോഷിക്കുന്നുണ്ട്. അതെ, ഇതിൽ കൂടുതൽ എന്താണ് വലിയ ആഘോഷം? എത്ര പേരാണ് കണ്ടുകൊണ്ടിരിക്കുന്ന അഖിലിനെ? അതെ, ഇങ്ങനെ ആദ്യമായിട്ടാണോ? ഇങ്ങനെ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എവിടെയാണ് വീട്? പറയൂ. എന്റെ വീട് കൊല്ലം ജില്ലയില് ഈസ്റ്റ് കല്ലട എന്ന ഒരു വില്ലേജിലാണ്. ഓക്കെ, ആരൊക്കെയാണുള്ളത്? വീട്ടില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, പിന്നെ ചേച്ചിയും ചേട്ടനും എല്ലാരും ഉണ്ട്. ചേട്ടൻ പോളണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അഖിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
ഞാൻ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. സൗണ്ട് എഞ്ചിനീയർ ആണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ? അതെ അതെ അതെ. ഹോബി അത് തന്നെയാണോ? ഹോബി എല്ലാം അത് തന്നെയാണ്. ഞാൻ മ്യൂസിഷ്യൻ ആണ്, കീബോർഡിസ്റ്റ് ആണ്. പാടുവോ? പാട്ടില്ല. മുൻകൂർ ജാമ്യം എടുത്ത്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഇന്ന് പോകുന്നില്ലേ, പുറത്തൊന്നും പോകുന്നില്ലേ ബർത്ത്ഡേ ആയിട്ട്? പോകുന്നുണ്ട്. അവര് വിടില്ലല്ലോ അല്ലെ, നമ്മള് വേണ്ടെന്ന് വെച്ചാലും. അതെ 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 അതെ. എനിവേ വെരി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ഇനിയുള്ള ബർത്ത്ഡേകളിൽ ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ ബാക്കിയുള്ളവരുമായി നമ്മൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് നമുക്ക് ആഘോഷിക്കാം. അതെ അതെ അതെ. അപ്പൊ നല്ല ബർത്ത്ഡേ ആയിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പം ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. അപ്പൊ അഖിൽ ബാബുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് നമ്മൾ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റി അല്ലേ? ഇനി നമുക്കൊപ്പം ഒരു പിറന്നാൾ ആഘോഷം കൂടി ഉണ്ട്. സൂമിൽ ജോയിൻ ചെയ്യുന്നില്ല, പക്ഷെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ആന്യ ജയന് നമ്മൾ ആശംസകൾ നേരുകയാണ്. കുഞ്ഞു മിടുക്കി, മലപ്പുറം പുതുപ്പൊന്നാനി സ്വദേശിയാണ്, ഫഹീദയുടെ മകളാണ് ആന്യക്കുട്ടിക്ക്. അപ്പൊ എല്ലാവിധ പിറന്നാൾ ആശംസകളും നേടുകയാണ്. ക്യൂട്ട് ആന്യ. ചേട്ടന്റെയും ധന്യയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്, 15th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇങ്ങോട്ട് വരുമ്പോ ചെലവായിട്ട് വരും. അതെ, നമ്മളിൽ നിന്ന് ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അതിവിദഗ്ധമായി ഇത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി ചിലരിൽ നിന്ന് രക്ഷപ്പെടാൻ രഞ്ജിത്തേട്ടന് കഴിയില്ല. അതെ, അപ്പൊ ചെലവായിട്ട് വന്നാ മതി. രണ്ടുപേർക്കും ഹാപ്പി ആനിവേഴ്സറി വിഷ് ചെയ്യാണ്. ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ പ്രേക്ഷകർക്കും ഇതേപോലെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന ഫോർമാറ്റിൽ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്പെഷ്യൽ ഡേ എന്താണെന്ന് മെൻഷൻ ചെയ്യുക. അതിനുശേഷം പേര്, ഡേറ്റ്, ഫോൺ നമ്പർ സഹിതം 934697554748 എന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാണ്. ഇന്ന് പെട്ടെന്ന് സമയം പോയി അല്ലേ? നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. ഒരുപാട് വാർത്തകൾ ഒരുപാടുള്ള ഒരു ദിവസമാണ്. അപ്പൊ ആ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും തുടരുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.